ഹലോ ഗൈസ്, വെൽക്കം ടു സീൻ പോഡ്കാസ്റ്റ് എപ്പിസോഡ് നമ്പർ 18 മറന്നുപോയി. അപ്പോൾ ഇന്നെന്താണ് പ്രത്യേകത? ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഇന്ന് ഒരു കിടിലം എപ്പിസോഡാണ്. കാര്യം ഇന്ന് നമ്മളോട് പിന്നെയും നമ്മുടെ എല്ലാവരെയും പ്രിയപ്പെട്ട കുഞ്ഞപ്പൻ നമ്മളോട്. യെസ് ഗൈസ്, അപ്പം കുഞ്ഞപ്പൻ അവൻ്റെ ബാംഗ്ലൂർ ആ ഒരു സീരീസാണ് നമ്മളിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സോറി ഗൈസ്, ഹൈദരാബാദ് ബാംഗ്ലൂർ ഞാൻ രണ്ടിടത്തും ഉണ്ടായിരുന്നു. ബാംഗ്ലൂർ ഞാൻ ഒരു 1 month ഉണ്ടായിരുന്നു. ഇപ്പൊ കറന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ ഹൈദരാബാദ് ഇവന്റ്സ് ആണ്. യെസ്, അപ്പം ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി നമ്മൾ ഒരു എന്താ പറയുക, ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ, അങ്ങനെ പറയണം, ഡിഫറൻസ് ബിറ്റ്വീൻ എന്നല്ല, കോൺട്രാസ്റ്റ്. എനിക്ക് എന്താണ് നാട്ടിൽ നിന്ന് എനിക്ക് തോന്നുന്നു നേരത്തെ പോഡ്കാസ്റ്റ് കേട്ടവർക്ക് കേട്ടവർക്കിത് മനസ്സിലാക്കാണ്. ഞാൻ നേരത്തെ പോഡ്കാസ്റ്റിൽ പറഞ്ഞത് എന്താ, ആ ഒരു വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടുള്ള ബാച്ചിലേഴ്സ് ലൈഫ്, ഹൈദരാബാദ് ലൈഫാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് എന്തൊക്കെ വ്യത്യാസങ്ങൾ തോന്നി. അതായത് നാട്ടിലെ ഒരു പ്യുവർ ട്രിവാൻഡ്രം കൾച്ചറിൽ പ്യുവർ എന്ന് പറഞ്ഞാൽ എന്തിനപ്പം ആ കൾച്ചറല്ല എന്നുവെച്ചാൽ നാട്ടിലെ ആൾക്കാരെ മാത്രം കണ്ടിട്ട് പെട്ടെന്ന് അവിടെ പോയപ്പോഴത്തേക്ക് അവിടുത്തെ എന്തൊക്കെയാണ് കൾച്ചറൽ ഡിഫറൻസസ്, ഫുഡ് എങ്ങനെ. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ സ്ട്രഗിൾസിനെ പറ്റിയാണ്. പ്രാവശ്യം ഞാൻ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ എനിക്ക് തോന്നിയത്, എങ്ങനെ അഡ്ജസ്റ്റ് ആയി, എനിക്ക് എന്തൊക്കെ ഇഷ്ടപ്പെട്ടു, എന്തൊക്കെ ഇഷ്ടപ്പെട്ടില്ല, അതൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം അതിനെപ്പറ്റിയാണ് ഇന്നത്തെ എപ്പിസോഡ് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താ പറയുക, പുറത്ത് പഠിക്കാൻ, ഹൈദരാബാദിലൊക്കെ പഠിക്കാൻ പോകുന്നവർ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ പോകുന്നവർക്കൊക്കെ ഒരു ഇൻഫർമേഷൻസ് ആയിരിക്കും. അപ്പം അത് നിങ്ങളുടെ ഫ്രണ്ട്സ് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓവർ ടു കുഞ്ഞപ്പൻ. സോ ഹായ്, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഞാൻ ഹൈദരാബാദ് പോകുന്നത് 2019 അപ്പോൾ ആ ഒരു, അതായത് കൊറോണയ്ക്ക് മുമ്പ്, കൊറോണ വരുന്നതിന് 1 വർഷം മുമ്പാണ് ഞാൻ ഹൈദരാബാദ് പോകുന്നത്. ഹൈദരാബാദ് പോയി വളരെ ഒരു വിയേർഡ് എക്സ്പീരിയൻസ്, വിയേർഡെന്നല്ല, ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. കാരണം നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് മാറി നിന്ന് അങ്ങോട്ട് പോകുന്നു. അവിടെ പോകുമ്പോഴത്തേക്കും എല്ലാം തനിയെ ചെയ്യുന്നു. പിന്നെ അവിടെ നോക്കുമ്പോഴത്തേക്കും എല്ലാം ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഹൈദരാബാദിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഞാൻ പറയാം. സംഭവം ഹൈദരാബാദ് ടെക്നിക്കലി ജോഗ്രഫിക്കലി സ്പീക്കിംഗ് സൗത്ത് ഇന്ത്യയിലാണ് വരുന്നെങ്കിലും ഏറ്റവും ടോപ്പ് മോസ്റ്റ് സൗത്ത് ഇന്ത്യൻ, അതായത് സൗത്തിൻ്റെ ഏറ്റവും നോർത്തിലുള്ള, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നോർത്തിൽ കിടക്കുന്ന സ്റ്റേറ്റാണ് ഹൈദരാബാദ്. അപ്പോൾ അവർ എന്തോന്നു, ബൈ ജോഗ്രഫി സൗത്ത് ഇന്ത്യൻസ് ആണെങ്കിലും അവരുടെ വിചാരം അവർ കൂടുതലൊരു നോർത്ത് ഇന്ത്യൻ കൾച്ചറാണ് ഹൈദരാബാദ് ഫുള്ളും. പിന്നെ അവിടെ ഫുള്ള് എല്ലാവർക്കും ഹിന്ദി അറിയാം, മിക്കവർക്കും ഹിന്ദി തെലുഗു. അതുകൊണ്ടാണ് ഞാൻ പിടിച്ചു നിന്നത്. എനിക്ക് ഹിന്ദി മനസ്സിലാവും, ഹിന്ദി അറിയുന്നതുകൊണ്ട് ഹിന്ദി വെച്ചാണ് ആദ്യം. ഇപ്പം പിന്നെ തെലുഗു പഠിച്ചു, പക്ഷെ പഠിക്കുന്നതിന് മുമ്പേ അവിടെ ഇപ്പം അഥവാ തെലുഗു അറിഞ്ഞുകൂടെങ്കിലും അവിടെ മിക്കവർക്കും ഹിന്ദി അറിയാം. പിന്നെ അവർക്ക് തന്നെ ഈ ഓൾഡ് സിറ്റി, ന്യൂ സിറ്റി 2 സിറ്റി ഉണ്ട്. ഓൾഡ് സിറ്റിയിലൊക്കെ അവരുടെ തന്നെ സ്ലാങ് ഉണ്ട് ഹിന്ദിക്ക്. അത് ഹിന്ദി എന്നല്ല, ദക്ഷിണ ഉറുദു എന്നാണ് പറയുന്നത്. അവരുടെ കൈക്കോരെ കുറച്ച് ഹിന്ദി തന്നെ, പക്ഷെ കുറച്ച് വ്യത്യാസമുണ്ട്. അത് ഹൈദരാബാദി ഹിന്ദി എന്നും പറയും. അപ്പോൾ അതൊക്കെ വെച്ചാണ് പിടിച്ചു നിന്നത്. അപ്പോൾ ഒന്ന് ഈ ലാംഗ്വേജ് ഉണ്ട്. അപ്പം അവിടെ ഹൈദരാബാദ് ഞാൻ പോയപ്പോഴത്തേക്കും സംഭവം സൗത്ത് ഇന്ത്യയിലാണെങ്കിലും ഒരു നോർത്ത് ഇന്ത്യ പോയൊരു ഫീലായിരുന്നു. ഫുൾ ഒരു നോർത്ത് ഇന്ത്യൻ ഒരു ഫീലാണ്. കാരണം ഹിന്ദി, പിന്നെന്താ ഫുൾ നോർത്ത് ഇന്ത്യൻ ഡിഷും പിന്നെ അങ്ങനത്തെ ഇതൊക്കെയായിരുന്നു. പിന്നെ അതിൻ്റെ മണ്ടേ കൂടെ എൻ്റെ റൂംമേറ്റ്സും ഞാൻ താമസിച്ച എല്ലാവരും നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു. ബീഹാറിൽ നിന്ന് എൻ്റെ റൂംമേറ്റ്സ് ബീഹാറിൽ നിന്നുള്ളവരുണ്ടായിരുന്നു, യു പി നിന്നുള്ളവരുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ, ഞാനിത് പോഡ്കാസ്റ്റിൽ പറയാൻ പോകുന്ന എനിക്കറിയത്തില്ല, അല്ല നമ്മുടെ നാട്ടിൽ പൊതുവേ ഈ നമുക്ക് കൂടുതൽ ഈ നോർത്ത് ഇന്ത്യൻസ് എന്ന് പെട്ടെന്ന് പറയുമ്പോഴത്തേക്കും പണിക്കാരെയാണ് ഓർമ്മ വരുന്നത്, ബംഗാളികളെന്ന് പറയും. അപ്പോൾ ഈ ബംഗാളി എന്ന് പറയുമെങ്കിൽ അത് ആക്ച്വലി പറഞ്ഞ് പഴകിയ ഒരു വേർഡാണ്. ഈ ബംഗാളി എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും ബംഗാളി എന്നുള്ളവരെന്നല്ല അർത്ഥം. ഏതൊരു കേരളത്തിൽ പണിയെടുക്കാൻ വരുന്ന നോർത്ത് ഇന്ത്യനെ നമ്മൾ മലയാളികൾ ബംഗാളി എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ഇതിൽ കൂടുതലും ഈ ബീഹാർ, ആസാമൊന്നുമല്ല, ബീഹാർ, യു പി, ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ. ബീഹാർ, യു പി, മധ്യപ്രദേശിൽ നിന്നൊക്കെയാണ് കൂടുതലും കേരളത്തിൽ പണിക്ക് വരുന്നത്. അപ്പോൾ എന്താ പറയുന്നത്, അതേ സ്റ്റേറ്റിലുള്ളവർ എൻ്റെ ഫ്രണ്ട്സായിട്ട് വരുമ്പോഴത്തേക്കും ഒരു ഡിഫറെൻറ്റ് വൈബായിരുന്നു. അതായത് ഈ പണിക്കാരുടെ കൂടെ നമുക്ക് പറ്റും, പക്ഷെ നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ബീഹാർ, യു പി കൾച്ചർ, നോർത്ത് ഇന്ത്യൻ ഭോജ്പുരി പാട്ടുകൾ, അതൊക്കെ ഞാൻ വളരെ എൻജോയ് ചെയ്തു. നമ്മുടെയൊക്കെ ജോൺറയുടെ ഭോജ്പുരി പാട്ടെന്ന് പറഞ്ഞാൽ ഓട്ടോ ട്യൂണിൻ്റെ രാജ കിരീടമാണ്. ഓട്ടോ ട്യൂൺ ഇല്ലാതെ ഭോജ്പുരി ഇല്ല.
ഫുൾ ഭോജ്പുരി ഫുൾ. പക്ഷെ എന്തോ കേട്ടിരിക്കാൻ നല്ല രസമാണ് അത്. നീ ഇടയ്ക്കിടയ്ക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ കയറി ഭോജ്പുരി പാട്ടൊക്കെ ഞാൻ വേണമെങ്കിൽ ഒരു പാട്ട് ഭോജ്പുരി പാട്ട് കേൾപ്പിച്ചു തരാം. എക്സ്ക്ലൂസീവ്. ഇത് എന്റെ ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തിട്ട് നമ്മൾ സ്ഥിരം ഈ പാട്ടൊക്കെ ഇട്ടവരുന്ന് ഡാൻസ് കളിക്കുമായിരുന്നു. അതായത് അതും ഈ ഭോജ്പുരി പാട്ടുകൾ മൊത്തം നമ്മൾ വിചാരിക്കണമല്ലോ ഡബിൾ മീനിങ് ഇതുള്ള പാട്ടുകൾ. പക്ഷെ കേൾക്കുന്ന എല്ലാവരും ലിറിക്സ് അങ്ങനെ ആരും ശ്രദ്ധിക്കാറില്ല. അതെ, ഇതാണ് പാട്ട്. ഇത് കേട്ടോ, ഇതൊക്കെയാണ് നമ്മൾ വൈബ് ചെയ്യുന്ന പാട്ടുകൾ. പക്ഷേ സീനാട്ടോ, ഇതൊന്നും അല്ല, ഇനി വരും. വീഡിയോ കൂടെ കണ്ടു. പാർലേജി खिला के मजा मार लीजिए. പാർലേജി വെച്ചിട്ട് ഡാൻസ് കളിക്കാൻ ഉണക്കപ്പൊടിയാ ഭോജ്പുരി. സോ ഇങ്ങനത്തെ ടൈപ്പ് പാട്ടുകളൊക്കെ ആദ്യമൊക്കെ കേൾക്കാൻ നമുക്ക് ക്രിഞ്ച് തോന്നും. പിന്നെ ഈ ചില സമയത്ത് നമുക്ക് ഈ ചില കാര്യങ്ങൾ ആദ്യമേ കാണും, പിന്നെ പയ്യെ നമ്മളത് എൻജോയ് ചെയ്യാൻ തുടങ്ങും. ഞാനൊക്കെ പണ്ട് എൻ്റെ റൂംമേറ്റ്സ് ഒക്കെ ഈ പാട്ട് കേട്ടിട്ട് ഡാൻസ് കളിക്കും. എന്ത് വേടെ ഇരുന്ന് കേൾക്കുന്നത്. ഞാനൊക്കെ എസ്പെഷ്യലി ഞാൻ കൂടുതലും ഈ ICSE സ്റ്റുഡൻറ്റിൻ്റെ ടിപ്പിക്കൽ എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ കൂടുതലും കേൾക്കുന്നത് ഇംഗ്ലീഷാണ്. മലയാളം പാട്ടൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ സിനിമ പാട്ടൊന്നും ഞാൻ അങ്ങനെ കേൾക്കാറില്ല. ഞാൻ കേട്ട് തുടങ്ങിയ കാലം തൊട്ട് കേൾക്കുന്നത് മറ്റേ ഫുൾ ഇംഗ്ലീഷാണ്, ലൂയിസ് കപ്പൽഡി അവരുടെയൊക്കെ. അപ്പം ഇവിടെ വന്നപ്പോഴത്തേക്ക് എൻ്റെ പാട്ടിൻ്റെ ജോൺറ വരെ എഴുതി മറിച്ച് ഫ്രണ്ട്സ്. ഞാൻ നാട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ ഇനി ഭോജ്പുരി പാട്ടൊക്കെ കാറിൽ ഡാൻസ് കളിക്കാറുണ്ട്. തലേ കാട്ടിയിട്ടാണ് കാർ ഓടിക്കണം. പപ്പ എന്തുവാടാ മനുഷ്യന് കേൾക്കാൻ പറ്റുന്നല്ലോ പാട്ട് എടുത്തിട്ടാ. അപ്പോൾ ഞാൻ പറഞ്ഞ നമ്മൾ നമ്മൾ ഓരോ കാര്യം കാണുമ്പോഴത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പഠിക്കണം. ഓരോരുത്തരുടെ ഡിഫറെന്റ് കൾച്ചറാണ്. എനിക്ക് അറിയുന്ന ഒരു അങ്കിളെ ഇതുപോലത്തെ കുറെ ക്രിസ്ത്യൻ സോങ്സ് ഉണ്ട് ഒരുപാട്. അപ്പോൾ ഈ അങ്കിള് പുള്ളി ഇങ്ങനെ മറ്റേ മിഷൻ ട്രിപ്പിനൊക്കെ പോകുന്നത്. അപ്പം നോർത്തിലോട്ടൊക്കെ പോകുന്നത്. അപ്പം അവിടെ പ്ലേ ചെയ്യാൻ പാടാൻ ഇതൊക്കെ നല്ല പാട്ടാണ്. അപ്പോൾ എന്തോ ഒരു ഇവൻറ്റിന് ഇതുപോലത്തെ ഒരു പ്ലേലിസ്റ്റ് അറിയാതെ ഇട്ടപ്പോൾ അത് ഞാൻ പെട്ടെന്ന് മാറ്റി. പക്ഷേ ഈ അങ്കിള് നോട്ടീസ് ചെയ്തിട്ട് അങ്കിൾ എൻ്റെ അടുത്ത് ചോദിച്ചു, മോനെ ആ പാട്ട് എനിക്ക് തരാമോ എന്ന്. അപ്പം അങ്ങനെ ചോദിച്ചു. അപ്പം ഞാൻ ആദ്യം ആലോചിച്ചു, ഇത് ഇവിടുത്തെ ആൾക്കാർ കളിയാക്കുന്ന പാട്ട് പുള്ളിക്ക് തരാം. പിന്നെ അങ്കിൾ ഇങ്ങനെ പറഞ്ഞ അതാ അത് പിന്നെ ആയപ്പോഴത്തേക്ക് ആ ഒരു പാട്ടിൽ നമ്മളൊരു വൈബ് കണ്ടെത്താൻ തുടങ്ങി ഞാൻ. അപ്പോൾ അത് പാട്ടിൻ്റെ കാര്യം അത് വിടുക. അതല്ലാണ്ട് തന്നെ ഇപ്പോൾ ഡിഫറൻസസ് പറയാനായിട്ട് ഹൈദരാബാദിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ആദ്യമേ ചെന്നപ്പോൾ നമ്മുടെ നാട്ടിലറിയാം ഇപ്പോൾ ഒരു പെണ്ണിനും ആണിനും ഒരുമിച്ച് നടക്കാൻ പറ്റൂല. ഇതിപ്പോൾ ലവേഴ്സ് ആവണമെന്നില്ല. നീ ഇപ്പം ഫ്രണ്ടിനെയാണ് കൂടെ കൊണ്ടുപോകുന്നെങ്കിൽ ഇപ്പം നീ ഇപ്പം നിന്റെ ഒരു ഫ്രണ്ടിനായിട്ട് വിത്തൗട്ട് എനി അതർ ഇൻറ്റൻഷൻ പുറത്ത് പോയി ഒരു കാപ്പി കുടിക്കാൻ പോയിരുന്നു. ഇത് ഞാൻ പണ്ടത്തെ കാര്യമാണ് പറയുന്നത്. ഒരു 2019 ഇപ്പോഴും ഉണ്ട്, പക്ഷെ നല്ല വ്യത്യാസമുണ്ട്. കുറച്ചുകൂടെ ഒന്ന് കൊറോണയ്ക്ക് ശേഷം സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയും വൈറലാവുന്നതിന്, അതായത് സത്യം പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് എന്ന് പറഞ്ഞ സംഭവം വരുന്നത് 2020-ലാണ്. അതിനു മുമ്പ് ഇൻസ്റ്റ പോലും ഇത്രയും ഫേമസ് പോലും അല്ലായിരുന്നു. പണ്ടാരും ഇത്രയും കുത്തൂലായിരുന്നു. അപ്പോൾ പണ്ടത്തെ സമയം ഞാൻ പറയുന്നത്, ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ജഡ്ജ്മെന്റലായിരുന്നു ഇവിടുത്തെ നാട്ടിലെ ആൾക്കാർ. ആരെങ്കിലും കൂടെ പോയി കഴിഞ്ഞാൽ തീർന്നു. പിന്നെ എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, വഴിക്കൊണ്ട് പോകണം, എന്തോന്നോ ഇത്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അപ്പന നിങ്ങൾ തോളിൽ കൂടെ കൈയിട്ട് നടന്നാലും എങ്ങനെ നടന്നാലും അവർ നടന്നു, അവരാരും അങ്ങനെ ജഡ്ജൊന്നും ചെയ്യത്തില്ല അങ്ങനെ. അപ്പോൾ ആ ഒരു കാര്യം നോക്കുമ്പോഴത്തേക്കും പിന്നെ നമ്മുടെ ഡ്രസ്സിങ് ആരും അങ്ങനെ ഒന്നും ജഡ്ജൊന്നും ചെയ്യത്തില്ല. അവിടെയൊക്കെ എല്ലാവരും ഈ അപ്പന്മാരൊക്കെ ബോക്സറൊക്കെ ഇട്ടുകൊണ്ടാണ് പുറത്തിറങ്ങും. ബോക്സറും ബനിയനൊക്കെ. ഇവിടെ നാട്ടിലൊന്നും ആലോചിച്ച് നോക്കും, ഒരു ബോക്സറും ബനിയനും ഇട്ടുകൊണ്ടിറങ്ങി കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ എന്തോ മറ്റേ കേസ് വരെ കൊടുക്കും. അങ്ങനത്തെ സീനാണ് സത്യം. അപ്പോൾ ആ ഒരു രീതിയിലും എനിക്ക് ഹൈദരാബാദിൻ്റെ പ്രോസ് എടുത്ത് പറയാനായിട്ട്. പിന്നെ ഫുഡ് ബേസിക്കലി ഹൈദരാബാദ് എന്ന് പറഞ്ഞാൽ നല്ല സ്പൈസിയാണ് അവിടുത്തെ ഫുഡ്. ഞാൻ ഹൈദരാബാദിലാണ്, കൂടുതൽ സ്പൈസി ആന്ധ്രയിലാണ്. ഈ ആന്ധ്രയും തെലുങ്കാനയും പണ്ട്
ഒരു സ്റ്റേറ്റ് ആയിരുന്നു. പിന്നെയാണ് ഇവർ സ്പ്ലിറ്റ് ആയി 2 സ്റ്റേറ്റ് ആയത്. ഈ ഹൈദരാബാദ് തെലുങ്കാനയ്ക്കാണോ ആന്ധ്രയ്ക്കാണോ എന്നുള്ള ആടിയൊക്കെ നടന്ന് പണ്ട് അങ്ങനെയാണ് പിന്നെ തെലുങ്കാനയ്ക്ക് കിട്ടിയത്. ഞാൻ ഉള്ളത് തെലുങ്കാനയിലാണ്. അപ്പോൾ എൻ്റെ 2-3 ആന്ധ്രയുള്ള ഫ്രണ്ട്സൊക്കെ വരും. അപ്പോൾ അവർ വരുമ്പോൾ ഞാൻ പിക്കിളൊക്കെ കൊണ്ടുവരാൻ പറയും. എൻ്റെ അമ്മോ എരിഞ്ഞു ചാവും, ഭയങ്കര എരിയാണ് സാധനം. അവിടെ ഭയങ്കര സ്പൈസി ഫുഡ്. അത് ആന്ധ്രയാണ് കൂടുതൽ സ്പൈസി, തെലുങ്കാനയിൽ ഉണ്ട് പക്ഷെ കുറവാണ്. ഹൈദരാബാദി ബിരിയാണി ഇച്ചിരി സ്പൈസി. പിന്നെ അവിടെ ഹൈദരാബാദിൻ്റെ ഇമോഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ ചെന്നപ്പോൾ തൊട്ട് എൻ്റെ എല്ലാ തെലുഗു ഫ്രണ്ട്സും നീ ഇവിടുത്തെ ഹൈദരാബാദി ബിരിയാണിയാണ് ബെസ്റ്റ്. അതിപ്പോൾ എപ്പോഴും അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിൽ. അത് എടുത്ത് പറയേണ്ട കാര്യമാണ്. കാര്യം എൻ്റെ ഒരു ഫ്രണ്ട്, നിങ്ങൾക്ക് ജെയ്സൺ ചേട്ടനെ എത്ര ആർക്ക് അറിയാതറിഞ്ഞിടാ. ഇപ്പൊ ജെയ്സൺ ചേട്ടൻ്റെ വൈഫ്, ജെയ്സൺ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്, എൻ്റെ ഞാൻ കണ്ടിട്ടുണ്ട് പോഡ്കാസ്റ്റ്, ക്ലോസ് ഫ്രണ്ടാണ്, എൻ്റെ ചേട്ടനെ പോലെ. അപ്പം ചേട്ടൻ്റെ വൈഫ് പുള്ളിക്കാരി ഹൈദരാബാദിലാണ് പഠിച്ചതും പിന്നെ അവിടെ വർക്കൊക്കെ. അപ്പം ചേച്ചി എപ്പോഴും ഇവിടെ വന്നിട്ട് ഹൈദരാബാദി ബിരിയാണിയാണ് ഏറ്റവും കിടിലം എന്നൊക്കെ പറയും. അത് ഏറ്റവും കോമഡി എല്ലാ ഹൈദരാബാദ് ബിരിയാണിയും അല്ല, ഏറ്റവും ഓവർ ഹൈപ്ഡ് പാരഗൺ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. നീ കേട്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. സോറി പാരഗൺ നമ്മുടെ ഇവിടുത്തെ, സോറി പാരഡൈസ് എന്ന് പറഞ്ഞു. ഈ ബിരിയാണിയുടെ പേരിൽ ഒരു സ്ഥലം വരെ ഉണ്ട്, പാരഡൈസ് ജംഗ്ഷൻ. അവിടുത്തെ സ്ഥലത്തിന്റെ പേര് പാരഡൈസ് എന്നാണ്. പാരഡൈസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അവിടെ ചെല്ലുമ്പോൾ തന്നെ വേൾഡ് ഫേമസ് ബിരിയാണി എന്ന് എഴുതുക. അപ്പം നമ്മൾ ഹൈദരാബാദ് ആദ്യം പോയപ്പോൾ ഞാൻ പേരൻസിൻ്റെ കൂടെ പോയത്. നമ്മൾ കാറിൽ ചെന്നിട്ട് ആനന്ദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അന്ന് എക്സ്പ്ലോർ ചെയ്യുമ്പോഴത്തേക്കും അന്ന് അങ്ങനെ പാരഡൈസ് ബിരിയാണി പറഞ്ഞ് ഹൈപ്പ് കയറ്റി എന്നാൽ പോവാം, ഈ പാരഡൈസ് ബിരിയാണി എന്താണെന്ന് അറിഞ്ഞേ പറ്റൂ. അങ്ങനെ പാരഡൈസിൽ പോയി കയറിയിരുന്നു. വേൾഡ് ഫേമസ് ബിരിയാണി. എൻ്റെ ഇപ്പോഴും പടമൊക്കെ ഇരിപ്പുണ്ട്. അവിടെ ഫ്രണ്ടിൽ ഈ അമിതാഭ് ബച്ചൻ കുറേ സെലിബ്രിറ്റീസ് വന്ന് ഇവിടുന്ന് കഴിച്ചിട്ട് വന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കയറി ഓർഡർ ചെയ്തു. കഴിച്ചപ്പോൾ സാധാ ബിരിയാണി, ഇതിനേക്കാളും പേര് നമ്മുടെ തലശ്ശേരി ബിരിയാണിയാണ്. എടാ ലൈക്ക് ഞാൻ കൊള്ളൂല എന്നല്ല ഞാൻ പറഞ്ഞത്, എന്ന് വെച്ചാൽ ഇത്രയും ഹൈപ്പ്. പക്ഷെ ആക്ച്വലി ഞാൻ പിന്നെ ഇന്റേൺഷിപ്പിൽ ഒരിക്കൽ ഞാൻ വർക്ക് ചെയ്തപ്പോൾ അവിടെ ഉള്ളൊരു എൻ്റെ ഒരു കൊളീഗ്, ആ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു, പുള്ളിക്കാരൻ്റെ പണ്ടത്തെ സമയം, പുള്ളിക്കാരന് 45 വയസ്സുണ്ട്, പുള്ളിക്കാരൻ പറഞ്ഞു പുള്ളിക്കാരൻ്റെ ഒക്കെ ചെറുപ്പകാലത്ത് ആക്ച്വലി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം നമ്മുടെ ഇവിടെ ഏത് പറയാം, ഇപ്പം ഏത് മറ്റേ ഇപ്പം ഏതെങ്കിലും ഒരു ഓവർ റേറ്റഡ് ആയിട്ടുള്ള ഹോട്ടൽ പറഞ്ഞേ, ആസാദ് പോട്ട്, നമ്മുടെ ഇപ്പൊ നികുഞ്ചൊക്കെ ഇവിടുത്തെ പാരഗൺ ഇറങ്ങിയ സമയത്ത് ആ ഒരു പക്ക ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എന്തെന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് ഫെയിം ആയി കഴിഞ്ഞാൽ ഇവര് പയ്യെ ക്വാളിറ്റി അങ്ങ് കുറയ്ക്കും. കാരണം പേരുണ്ട്, ആൾക്കാർ അവർക്ക് കസ്റ്റമർ. പക്ഷേ എനിക്ക് തോന്നുന്നത് ക്വാളിറ്റി കുറയാൻ കാര്യം മനഃപൂർവ്വം ആയിരിക്കുമല്ലോ, ആൾക്കാർ കൂടുന്നതനുസരിച്ച് അവർക്ക് ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത. പിന്നെ ഷെഫും മാറുമല്ലോ, പണ്ടത്തെ ഷെഫും അതെന്തോ ആണ്. അപ്പം അതേപോലെ പുള്ളിക്കാരൻ പറഞ്ഞ പണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു, ഇപ്പം വന്ന് കുറേ വർഷമായി, 50-60 വർഷമായിട്ടുള്ള എന്തോ ഒരു സാധനമാണ്. അവിടെ കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടു, പക്ഷേ ഈ ഹൈപ്പിൻ്റെ അത്ര വರ್ತല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു അത് ചിലര് പോയിട്ട് ഫസ്റ്റ് ടൈം ഒക്കെ അവിടെ പോയി കഴിച്ചിട്ട് അടിപൊളി കിട്ടില്ലോ എന്ന് പറഞ്ഞ് റിവ്യൂ പറഞ്ഞു. പിന്നെ ഈ രണ്ടാമത് നമ്മുടെ പൊതുവേ ഉള്ള ഒരു ബാറ്റിലാണ് ഈ ബിരിയാണി ബാറ്റിൽ. ഓരോ സ്റ്റേറ്റും പറയും, ബാംഗ്ലൂരുകാർ പറയും നമ്മുടെ ഡൊണ്ണെ ബിരിയാണിയാണ് കേട്ടത്. ഞാൻ ഡൊണ്ണയും കഴിച്ചിട്ടുണ്ട്, ബാംഗ്ലൂർ പോയപ്പോൾ ഡൊണ്ണെ ബിരിയാണി കഴിച്ചിട്ടുണ്ട്, ഒരു ഇല പൊതിഞ്ഞ് തരുന്ന ഒരു ബിരിയാണി. അവർ പറയും അവരുടെ ബിരിയാണിയാണ് കിട്ടും. നമ്മുടെ ഇവിടെ വന്നാൽ നമ്മൾ പറയും എന്തോ നമ്മുടെ ട്രിവാൻഡ്രം സ്റ്റൈൽ അല്ലെങ്കിൽ തലശ്ശേരി ബിരിയാണിയാണ് നല്ലത്, ബാക്കിയെല്ലാം കൊള്ളൂല. ഹൈദരാബാദിൽ ചെന്നാൽ പറയാം ഹൈദരാബാദ്. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനെയും അതിൻ്റെതായിട്ടുള്ള ഇതിൽ കാണണം. ഹൈദരാബാദ് ബിരിയാണി അതൊരു വേറെ ടേസ്റ്റ്, അതൊരു വേറെ എക്സ്പീരിയൻസ്. ഡൊണ്ണെ ബിരിയാണി വേറെ എക്സ്പീരിയൻസ്. ഇല്ല, എവറിത്തിങ് ഇസ് ബെസ്റ്റ് അറ്റ് ഇറ്റ്സ് ലെവൽ. അവരുടേതായിട്ടുള്ള ഇതില് ബെസ്റ്റ് ആണ്. നമുക്ക് ഫേവറേറ്റ് ആയിട്ട് ഇതാണെന്ന് പറയാം, അല്ല ഇതാണ് കിടിലെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ അല്ല, ഞാനത് മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ, നമുക്കങ്ങനെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആവാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കിപ്പം ഹൈദരാബാദി ബിരിയാണി രണ്ടും എനിക്ക് ഇഷ്ടമാണ്. ഫോർ എക്സാമ്പിൾ എന്താ പറയണേ, ഇപ്പോൾ 2 ബൈക്ക് എടുത്ത് വെച്ചിട്ട് ഇതിൽ ഏത് വേണമെന്ന് എനിക്ക് രണ്ടും വേണം. പക്ഷേ ഇപ്പോൾ ഒരു ബുള്ളറ്റും ഒരു എന്തോ Z900 നിഞ്ചയുടെ രണ്ടും എനിക്ക് എടുത്ത് തന്നു കഴിഞ്ഞാൽ ഞാൻ രണ്ടും വേണമെന്നേ പറയും. എന്നും പറഞ്ഞ് ഇത് കൊള്ളൂല, ഇതിനേക്കാളും ഭേദം ഇതാണ് നമുക്ക് പറയാൻ പറ്റില്ല. ബുള്ളത്തിന് അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജും സുഖമുണ്ട്, ഇതിന് അതിൻ്റേതായിട്ടുള്ള സ്പീഡ്. അപ്പം നമുക്ക് കമ്പയർ ചെയ്യുന്നതിലൊരു അർത്ഥമില്ല, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവിടുത്തെ ബിരിയാണി എനിക്ക് പറയാനുള്ള ഇതാണ്, ഇപ്പം നിങ്ങളിപ്പോൾ പുറത്തൊക്കെ പോയി ബിരിയാണി കഴിച്ചാലും നമ്മുടെ കേരള ബിരിയാണി തലശ്ശേരി ബിരിയാണിയാണ് കില്ലോ എന്ന് പറയുന്നത്, അത് ആക്ച്വലി പൊട്ടത്തരമാണ്. ആക്ച്വലി നല്ലതാണ്, പക്ഷെ അത് നമ്മുടെ ഒരു വേറൊരു ടേസ്റ്റ്, വേറെ വൈബ്. ഓരോ സ്റ്റേറ്റിലും അവരുടേതായിട്ടുള്ള ഇതുണ്ട്. ഇപ്പോൾ പക്ഷെ വേറെ ചില കാര്യങ്ങളുണ്ട്, അത് കോമഡിയാണ്. അതായത് തലപ്പാക്കട്ടി കഴിച്ചിട്ടുണ്ടോ? തലപ്പാക്കട്ടി കഴിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. സാധനം എന്തായിരുന്നു, ഞാൻ പേര് കേട്ടിട്ടുണ്ട്. ഒരിക്കലും ആരും എനിക്ക് കൊണ്ട് തന്ന പോലെ എനിക്കൊരു ചെറിയ ഓർമ്മ. ട്രിവാൻഡ്രത്തുണ്ട്, വന്നിട്ട് കുറച്ചാണ്. അപ്പം ഞാൻ പറയാൻ വന്നത് എന്തായിരുന്നു, അത് മറന്നാ.
ആ ഫുഡിൻ്റെ കാര്യമില്ലല്ലോ. എന്തുവായിരുന്നടാ, തലപ്പാക്കട്ടി കൊണ്ടുവന്നിട്ട് ഞാൻ അതും പറഞ്ഞല്ലോ. ഞാൻ എന്തോ ഒരു സീരിയസ് കാര്യം പറയാൻ വരുന്നു. സീരിയസ് അല്ല, ഫുഡിൻ്റെ കാര്യം തന്നെ. ഞാൻ എന്തോ പറയാൻ വരും. ഞാൻ ഇപ്പോൾ ഓർമ്മ വന്നു. അതായത് അയ്യോ പറഞ്ഞുപോയി. സീൻ എനിക്ക് ചെറുതായിട്ട് ഈ പെട്ടെന്ന് ആരെങ്കിലും എന്തെങ്കിലും ഇൻട്രപ്റ്റ് ചെയ്ത് ഞാൻ പറയാമെന്ന കാര്യം ടോട്ടലി മറന്നു. അങ്ങനത്തെ ഒരു ചെറിയ സീനുണ്ട്. നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യം നമ്മൾ റിവൈൻഡ് അടിച്ചൊന്നും കൂടെ പറഞ്ഞു. റിവൈൻഡ് അടിക്കാൻ പറ്റൂല, ഇത് വേറൊരു കാര്യമായിരുന്നു. അതായത് ഓരോന്നും ഇപ്പോൾ ഓർമ്മ കൃത്യമായിട്ട്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഓരോ സ്റ്റേറ്റിൻ്റെ സ്പെഷ്യാലിറ്റി ഉണ്ടല്ലോ, അത് വേറൊരു സ്റ്റേറ്റിൽ കാണുമ്പോഴത്തേക്കും അതും ആക്ച്വലി എനിക്കിപ്പോഴും പാടാം, പക്ഷെ എന്നാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു ഫാക്റ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ എന്താ പറയണ ഒരാൾ ഉണ്ടാക്കുന്ന ഫുഡ് അല്ലെങ്കിൽ അമ്മയുടെ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ ടേസ്റ്റ് വേറൊരാൾ ഉണ്ടാക്കുമ്പോൾ കിട്ടൂല. പിന്നെ അതൊരു വേറെ അപ്പം നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം. അല്ലാണ്ട് നീ ഉണ്ടാക്കിയ ഫുഡിന് എൻ്റെ അമ്മ ഉണ്ടാക്കിയ ഫുഡിൻ്റെ ആ ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ് കാര്യമില്ല. അപ്പം ഞാൻ ഇത് പറയാൻ കാരണം നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസ് എന്തുവാ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വട, ഉഴുന്നുവട, ചമ്മന്തി, സാമ്പാർ, ഇതൊക്കെ സൗത്ത് ഇന്ത്യൻസിൻ്റെ ഇതാണ്. പിന്നെ നമ്മളാണെന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ ഇതൊക്കെ യൂസ് ചെയ്താൽ, അപ്പം അവിടെ ചെല്ലുമ്പോൾ അവർ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യത്തില്ല. പിന്നെ ചട്നി ആണെങ്കിൽ അവർ പീനട്ട് ചട്നിയാണ്, കടുകിൻ്റെ നമ്മുടെ എന്തോന്ന് പീനട്ടില്ലേ അത് വെച്ചിട്ടാണ് അവരുണ്ടാക്കുന്നത്. പീനട്ട് ചട്നിയാണ് കൂടുതൽ. കപ്പലണ്ടി വെച്ചിട്ടാണ് അവരുണ്ടാക്കുന്നത്, തേങ്ങയല്ല. അപ്പം അതിനൊരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. കുറച്ചൊരു വ്യത്യാസമുണ്ട്, ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അപ്പം അതുകൊണ്ട് അത് വേറൊരു ടേസ്റ്റാണ്, ഇത് വേറെ ടേസ്റ്റ്. അപ്പം നമ്മൾ പിന്നെ ഇത് ഈ കരിക്ക് കിട്ടുമല്ലോ. നമ്മുടെ ഇവിടെ ഫ്രഷ് കരി കിട്ടുമെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഫ്രഷ് കറി കിട്ടണമെന്നില്ല. അപ്പം ഞാനൊക്കെ പണ്ട് കുറ്റം എന്തുവാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വരണം, നീയൊക്കെ നമ്മുടെ നാട്ടിലെ ചക്ക കഴിച്ചിട്ടുണ്ടോ, അതാണ് ഇതാണ്. പിന്നെ ഒരു കാര്യം ആലോചിക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ പാനിപ്പൂരിയൊക്കെ കിട്ടുമല്ലോ, ഇവിടെ മറ്റേ വികാസ് ബാബു, അത് ഞാൻ ഒരിക്കൽ ഇവിടെ വന്നിട്ട് ട്രൈ ചെയ്തു. ഹൈദരാബാദിലെ പാനിപ്പൂരി കഴിച്ചിട്ട് ഇവിടുത്തെ കഴിച്ചപ്പം വേറും ചീത്ത. കാരണം ആ ഒരു ഒത്തന്റിക് ടേസ്റ്റ് കിട്ടൂല. പക്ഷേ ഞാൻ നോർത്ത് ഇന്ത്യൻ അല്ലാത്തതുകൊണ്ട് എനിക്ക് ഹൈദരാബാദിലെ പാനിപ്പൂരി ഇഷ്ടപ്പെട്ടു. പക്ഷെ എൻ്റെ മഹാരാഷ്ട്രയിലുള്ള ഫ്രണ്ട്സ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഹൈദരാബാദിൽ എന്ത് വേസ്റ്റാണ് അവർ മഹാരാഷ്ട്ര. അപ്പോൾ ഓരോ സ്റ്റേറ്റും അതിൻ്റെ സ്പെഷ്യാലിറ്റി അനുസരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും, മനസ്സിലായില്ലേ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്തോ ഈ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ചില ഡൽഹിയിലുള്ള സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറന്റിൽ പോയിട്ട് റിവ്യൂസ് കണ്ടിട്ടില്ല, ഇവിടുത്തെ ദോശ ഇതൊക്കെ ഇതാണ് അവിടെ ദോശ എന്ന് നമ്മളതിന്റെ ഒറിജിനൽ സാധനം ഒത്തന്റിക് രീതി കഴിക്കുന്നതുകൊണ്ട് നമുക്കറിയാം. അവര് ഫസ്റ്റ് ടൈം ആണ് കഴിക്കുന്നത്, അപ്പൊ അവർക്ക് അതിന്റെ ഒറിജിനൽ ടേസ്റ്റ് എന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പൊ അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് അങ്ങനെ ആരെയും കുറ്റം പറയാനും പറ്റത്തില്ല. അതേപോലെ വ്യത്യാസങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. നമ്മുടെ ഒതന്റിക് ആണ് ശരി, അപ്പൊ ഇവിടെ കിട്ടണ പോലെ അവിടെ കിട്ടൂല. അതേപോലെ അവിടുത്തെ ഒതന്റിക് സാധനങ്ങൾ ഇവിടെ കിട്ടുമ്പോഴും നമ്മൾ ആ ടേസ്റ്റ് പ്രതീക്ഷിച്ച് പോകരുത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇവിടെ ഒരു ഹൈദരാബാദി ബിരിയാണിയുടെ ഔട്ട്ലെറ്റ് തുറന്നെന്ന് വെച്ചു, ഞാൻ ഒത്തന്റിക് ഹൈദരാബാദി ബിരിയാണി കഴിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പൊ ആ ടേസ്റ്റ് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് എനിക്ക് ഇവിടെ പോകാൻ പറ്റത്തില്ല, മനസ്സിലായില്ലേ? കാരണം ഇവിടുത്തെ ഷെഫ് വ്യത്യാസമാണ്, ചിലപ്പോൾ ഇവിടുത്തെ സ്പൈസ് വ്യത്യാസമുണ്ട്. അപ്പം ആ ഒരു ഡിഫറൻസസ് നമ്മൾ കണക്ക് കൂട്ടണം. അതൊരു സീനായിട്ടുള്ളൊരു കാര്യമാണ് ആക്ച്വലി. ഇതൊക്കെയാണ് ഗൈസ് നമ്മൾ സീൻ പോഡ്കാസ്റ്റിൽ പറയാൻ ഉദ്ദേശിക്കുന്ന സീൻ കാര്യങ്ങൾ. പിന്നെ എന്തോ മൂന്നാമതുള്ള വ്യത്യാസം, മെയിൻ ഒരു ഞാൻ സ്ട്രഗിൾ ചെയ്തതും അത് പക്ഷേ പോയ സമയത്തൊന്നും വണ്ടി ഇല്ലാത്തതുകൊണ്ട് സ്ട്രഗിൾ ചെയ്തില്ല. റോഡ് നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ കേരളം ഇത്രേ ഉള്ളൂ. ഹൈദരാബാദ് എന്ന് പറഞ്ഞാൽ വലിയ സിറ്റിയാണ്. അതിൻ്റെ ഒരു ഡിസ്ട്രിക്റ്റിൽ നിന്ന് വേറെ ഹൈദരാബാദ് എന്ന് മാത്രമല്ല, തെലുങ്കാന എന്ന് പറഞ്ഞ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഏകദേശം 3-4 ഇരട്ടി വരും. അപ്പോൾ ഒരു എൻഡ് ടു മറ്റേ എൻഡ് പോകാനായിട്ട് നല്ല സമയം എടുക്കും. അത് മാത്രമല്ല റോഡെല്ലാം നമ്മുടെ ഇവിടേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നാഷണൽ ഹൈവേ പോകുമ്പോൾ മാത്രമേ 3 വരി ട്രാക്ക് 4 വരി ട്രാക്ക് കാണത്തുള്ളൂ. അപ്പോൾ അവിടെ ഹൈദരാബാദ് വരുമ്പോഴത്തേക്കും മിക്ക റോഡ്സും ഇതേപോലെ വലിയ റോഡ്സാണ്. പക്ഷേ ട്രാഫിക് കേരള ട്രാഫിക്കിനേക്കാൾ ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഹൈദരാബാദ്. ഹൈദരാബാദിൽ രണ്ടാമത്തെ കോമഡി എന്ന് പറഞ്ഞാൽ അവിടെ ആർക്കും വണ്ടി ഓടിക്കാൻ അറിയത്തില്ല. വണ്ടി ഓടിക്കാൻ ആ സംഭവം അവിടെ ലൈസൻസ് കിട്ടാൻ എളുപ്പമാണ്. അത് എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഹൈദരാബാദിൽ ലൈസൻസ് എടുത്തപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. ഹൈദരാബാദിൽ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ എവിടെ ഓടിക്കാമല്ലോ. എടാ സ്റ്റേറ്റ് ലൈസൻസ് സീനില്ല, മനസ്സിലായില്ലേ? ഏത് സ്റ്റേറ്റ് ലൈസൻസ് ഓൾ ഓവർ ഇന്ത്യ അക്സെപ്റ്റ് ആണ്. വേറെ കൺട്രി പോയാലാണ് ഇന്ത്യയിലുള്ള ഏത് സ്റ്റേറ്റിൽ നിന്ന് വേണോ നിനക്ക് എടുക്കാം, മറ്റേ അഡ്രസ് കൊടുത്തത്. അപ്പൊ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടുന്ന് ലൈസൻസ് എടുത്തപ്പോഴാണ് അവൾ അപ്ലൈ ചെയ്ത്, എൻ്റെ ക്ലാസ്മേറ്റാ. അപ്പൊ അവള് പിന്നെ ഹൈദരാബാദിൽ വില പെട്ടെന്ന് കിട്ടും, കേരളത്തിൽ പാടാണ്. അപ്പൊ ശരി, അപ്പൊ എനിക്കറിഞ്ഞൂടല്ലോ. നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ലേണേഴ്സ് ഉണ്ട്. ലേണേഴ്സ് നമ്മൾ പോയി ലേണേഴ്സ് എഴുതി ക്വസ്റ്റ്യൻ പാസ്സായാലേ അത് അടിച്ച് കിട്ടി. അവിടെ ലേണേഴ്സ് ഉണ്ട്, പക്ഷെ എങ്ങനെ കിട്ടണമെന്ന് അറിയോ? ഇവള് ചെന്നെന്നു, ഇവള് എറണാകുളംകാരിയാ. അപ്പൊ ഇവളും പിന്നെ വേറൊരു സീനിയർ ചേച്ചി ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടെ പോയി ഒരുമിച്ച് പഠിക്കാനായിട്ട്.
രണ്ടുപേരും ലേണേഴ്സ് ടെസ്റ്റിന് പോയി എന്തോ RTO പോയി ഡേറ്റ് കിട്ടി. പിന്നെ സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞു. ഇവർ ടെസ്റ്റ് പഠിക്കാൻ പറ്റി. ഇവിടെയൊക്കെയാണ് മെറ്റീരിയൽ കൊടുക്കും, ഒരു ബുക്ക് കൊടുക്കും. അവിടെ അതൊന്നും കൊടുത്തില്ലെന്ന്. ചെന്നിരുന്നിട്ട് ഒരു ഓഫീസർ വന്ന് പേപ്പർ തരാൻ പറഞ്ഞു. പേപ്പർ കൊടുത്തു. എന്നിട്ട് വെയിറ്റ് ചെയ്യാൻ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കാണാൻ നിങ്ങളുടെ ലേണേഴ്സ് എന്നും പറഞ്ഞ് കൈ കൊണ്ടു കൊടുത്തു. ഒരു ടെസ്റ്റ് ഒന്നുമില്ല. അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ അറിയണ്ട. നിന്റെ ഡോക്യുമെന്റേഷൻ കൊടുക്കുക, ലേണേഴ്സ് അടിച്ചു തരും. ഡ്രൈവിംഗ് ടെസ്റ്റ് പോലും റോഡ് ടെസ്റ്റ് മാങ്ങാ തേങ്ങ ഒന്നും ഇല്ല, വെറും H മാത്രം. ബൈക്കിന് പോലും 8 ഇല്ല. H എടുത്താൽ ബൈക്കിന്റെ ലൈസൻസ് കിട്ടും. അതുകൊണ്ട് അവിടെ ആർക്കും അങ്ങനെ വണ്ടി ഓടിക്കാൻ അറിഞ്ഞൂടണ. അവിടെയാണെങ്കിൽ പോലും ഇങ്ങനെ ഹാഫ് ക്ലച്ച് പരിപാടി ഒന്നും അവർ മര്യാദയ്ക്ക് പഠിപ്പിച്ചു. ഇവിടെ ഞാൻ ആക്ച്വലി പണ്ടൊക്കെ ഞാൻ ആലോചിക്കായിരുന്നു ഇവിടെ എന്ത് ഇത്ര പാടെന്ന്. എനിക്ക് പാടല്ലായിരുന്നു, പക്ഷെ എന്നാലും ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ പാടാക്കണം. കാരണം വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ഓടിച്ചാൽ മതി. ഇല്ലെങ്കിൽ ആക്സിഡന്റ് ഉണ്ടോ കണ്ടിട്ടില്ലേ റോഡിലൊക്കെ, ഈ ബ്രേക്കിന് പകരം ആക്സിലേറ്റർ ഓട്ടിക്കൊണ്ട് അങ്ങനെ ചെയ്യാൻ അറിഞ്ഞു. ആക്ച്വലി അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് ഹാർഷായിട്ടാണ് പറയുന്നത്, വേറെ ആരും ഓട്ടിക്കേണ്ട പക്ഷേ ഒരു സൈഡിൽ നോക്കുമ്പോൾ നമ്മൾ സേഫ്റ്റി അല്ലേ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. അല്ല ഇതിപ്പം എത്ര അറിഞ്ഞുകൂടാന്ന് പറഞ്ഞാൽ പോലും നമ്മൾ എന്താ പറയാ, അറിയാത്ത ആളുടെ തോക്ക് കൊടുക്കുന്നതിനെക്കാട്ടും നല്ല അറിയുന്ന ആളുടെ തോക്ക് കൊടുക്കും. അതെ, അറിയുന്ന ആളുടെ അറിയാതെ മിസ്റ്റേക്ക് വന്നാലും കുറച്ചൊരു പ്രിസൈസ്ഡ് ആയിട്ടുള്ള മിസ്റ്റേക്ക് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ അങ്ങനെ പെർഫെക്റ്റ് എന്ന് ഞാൻ പറഞ്ഞു, എൻ്റെ നിന്ന് വണ്ടിയൊക്കെ ഇടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് എപ്പിസോഡ് ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു ആക്സിഡന്റ് നടന്നു, അതും ഞാൻ പറഞ്ഞുതരാം. അതും ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ഷെയർ ചെയ്യാം. എനിക്ക് അവിടെ ഹൈദരാബാദിൽ നടന്ന ആക്സിഡന്റ്. അപ്പം ഞാൻ ആക്ച്വലി വണ്ടി കൊണ്ടുപോകുന്നത് ഇന്റേൺഷിപ്പ് സമയത്ത്. ഇന്റേൺഷിപ്പ് എനിക്ക് പോസ്റ്റിംഗ് ഓരോ 2 മാസം ചേഞ്ച് ആവും. അപ്പോൾ അവിടെ ട്രാവലിംഗ് കുറച്ച് ഇഷ്യൂ ഉണ്ട്. പിന്നെ അവിടെ ബസ് കയറി പോകാനും ഒക്കെ കുറച്ച് സീനാണ്. അങ്ങനെ ഇവിടെ വീട്ടിൽ നിന്ന് സ്കൂട്ടർ കൊണ്ടുപോയി. ഞാൻ ആദ്യം ബുള്ളറ്റ് കൊണ്ടുപോകാന്ന് വിചാരിച്ചത്, പക്ഷെ അവിടുത്തെ ട്രാഫിക് ഉണ്ട് ഞാൻ കൈ കൂപ്പിയിട്ട് പറഞ്ഞ്. പിന്നെ മൈലേജും പിന്നെ വണ്ടി ഓവർ ഹീറ്റ് ആവും. അവിടെ ഒരു സ്കൂട്ടർ എങ്ങനെ നീ ഇവിടെ വണ്ടി ഓടിച്ചോണ്ടോ? അല്ലടാ, ട്രെയിനിൽ കെട്ടിക്കൊണ്ടുപോയി. വണ്ടി ഓടിച്ചു കൊണ്ടുപോകാൻ പാടാടാ, കാരണം വേണേ കൊണ്ടുപോകാം, പക്ഷേ സ്കൂട്ടർ 125 cc ആയോണ്ടേ ഓരോ 1.5 മണിക്കൂറും ബ്രേക്ക് എടുക്കണം, അല്ലെ എഞ്ചിൻ നിന്നു സീനാണ്. അതുകൊണ്ട് പിന്നെ രണ്ടാം മെനക്കേടാണ്. എവിടെ ലേ ഓവർ, അതിനേക്കാളും ഭേദം പൈസ കൊടുത്ത് ട്രെയിനിൽ കയറ്റി കൊണ്ടുപോയി. ഞാൻ അവിടെ നിന്ന് റിസീവ് ചെയ്ത്, ഇവര് കയറ്റി അയച്ച് ഞാൻ അവിടെ നിന്ന് റിസീവ് ചെയ്ത് വണ്ടി റിസീവ് ചെയ്ത് ഓടിച്ചു തുടങ്ങി. ആദ്യത്തെ ഒക്കെ 1 മാസം സ്ട്രഗിൾ ആയിരുന്നു, കാരണം ഇവിടുത്തെ ട്രാഫിക് പോലെ അല്ല. ഇവിടെ അവിടെ എല്ലാവരും ഇങ്ങനെയാണ് നിൽക്കുന്നത്. പക്ഷെ അവിടെ അങ്ങനെ സത്യം പറഞ്ഞാൽ കേരളത്തിനേക്കാളും ആക്സിഡന്റ് കുറവ് അവിടെയാണ്. ഈ ഇങ്ങനെ ഓടിക്കെങ്കിലും എല്ലാവർക്കും ഒരു കണക്കൂട്ടലുണ്ട്. ഇങ്ങനെയൊക്കെ പോവും, പക്ഷെ അങ്ങ് പോവും, വണ്ടി തട്ടൂല. അതെനിക്ക് ഓടിച്ച് വന്നപ്പോഴാണ് മനസ്സിലായി. ഇങ്ങനെ തൊട്ടില്ലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലോറിയൊക്കെ പോകണം, ബസ്സൊക്കെ നിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോകും. ഞാൻ റോഡ് ഒരിക്കൽ ക്രോസ് ചെയ്തപ്പോൾ കാണാൻ എന്റെ ബാക്കിൽ ബാഗ് ഉണ്ടായിരുന്നു. ബാഗിൽ ആരും ഇങ്ങനെ ഒന്ന് തട്ടി പോലെ എനിക്ക് തോന്നി. തിരിഞ്ഞപ്പോൾ ബസ്സായിരുന്നു. ബസ് ഇങ്ങനെ അവർ തൊടാതെയൊക്കെ പോവും, പക്ഷെ ആ ഒരു ഫ്ലോയിൽ എല്ലാവരും അങ്ങ് പോവും. അപ്പോൾ ഈ ആക്സിഡൻറ്റ് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ച്വലി ഇതൊരു സൺഡേ ആയിരുന്നു. ഞാൻ ഒരാളുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരുന്നപ്പം ഒരു വണ്ടി ഇതേപോലെ റോങ് സൈഡ് കയറി വന്നു. എൻ്റെ ഞാൻ ഇന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ മറ്റേ ബുള്ളറ്റിൻ്റെ ആക്സിഡൻറ്റ് ഇതേപോലെ ഒരാൾ റോങ് സൈഡ് കയറി വന്നതാണ് ആക്സിഡൻറ്റ്. ഇതാണ് മെയിൻ ആക്സിഡൻറ്റ്. ഈ ആക്സിഡൻ്റ് ആണ് കുറച്ചുകൂടെ എന്താ പറയണ, എൻ്റെ ലൈഫ് ഒന്ന് മാറ്റിമറിച്ച ആക്സിഡൻറ്റ് ഇതാണ്. ഞാൻ വീണു എന്നുവെച്ചാൽ അത് ആക്ച്വലി എൻ്റെ ഭാഗത്ത് കുറച്ച് തെറ്റുണ്ടായിരുന്നു, കാരണം റോഡ് നല്ല കാലിയായതുകൊണ്ട്. ആക്ച്വലി പോക്കറ്റല്ല, ഈ സൈഡ് കുഞ്ഞു റോഡിൽ അത്ര സ്പീഡിൽ പോകാൻ പാടില്ല. എന്തായാലും അത്ര ഒന്നുമല്ല, ഞാൻ ഒരു 50 പോയത്. പക്ഷെ ഒരു 40 പോകേണ്ട റോഡിൽ ഞാൻ ഒരു 50-55 പോയി, കാരണം റോഡിൽ ആ ഒരു മറ്റേ മനുഷ്യയില്ലായിരുന്നു, സൺഡേ ഫ്രീ ആയിരുന്നു. അപ്പോൾ നമ്മളാരും പ്രതീക്ഷിക്കണല്ലോ അവിടുന്ന് വണ്ടി വന്ന് ഇടിച്ചു. സ്പോട്ട് ഓൺ കൊളീഷൻ ആയിരുന്നു. എന്നെ റോഡിലോട്ട് തെറിച്ച് വീണ്. ഞാൻ നടു ഇടിച്ചാ വീണേ. പുറമേ നോക്കുമ്പോഴത്തേക്കും എൻ്റെ ഈ കൈ ഒന്ന് നീര് പിടിച്ച്, പിന്നെന്തോ ഹാൻഡിൽ എന്തോ കൊണ്ട് ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രൂയിസായി. വേറെ ആൾക്കാർ എന്നെ പൊക്കി നോക്കിയിട്ട് കയ്യിലോ മുറിവന്നു. പക്ഷെ എനിക്ക് ഈ നടു ഇടിച്ച് വീണേൻ്റെ ഞാൻ വീണ് എണീറ്റ് കണ്ണ് ഫുള്ള് ഒരുമാതിരി ബ്ലൂവും മഞ്ഞയും നീലയും ഇങ്ങനെ ഡിസ്കോഡ് ഇങ്ങനെ ആയിക്കൊണ്ട് ഇവിടെ ഇടിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇത് പോവും. പിന്നെ അത് ഞാൻ ബോധം കെട്ടിട്ട് പിന്നെ ആരെൻ്റെ സ്കൂട്ടർ പൊക്കി എടുത്ത് കഴിഞ്ഞപ്പോഴായിരുന്നു കോമഡി. അത് ഫുള്ളൊരു എന്താ പറയുക, മറ്റേ വെട്ട സിനിമയുടെ അവസാനത്തെ ക്ലൈമാക്സ് പോലെ ആയിരുന്നു. എല്ലാം കൺഫ്യൂഷൻ ആയിരുന്നു. ഞാൻ പറഞ്ഞുതരാം. വീണപ്പോഴത്തേക്കും ആദ്യം എനിക്കെന്തോ നമ്മൾ സ്റ്റക്കായി പോവും പെട്ടെന്ന് വണ്ടി കാണുമ്പോൾ. ഇങ്ങനെ പോയി ഇവിടുന്ന് കാറിന്റെ ഫ്രണ്ടിൽ നിന്ന് വണ്ടി വന്നു, ഞാനങ്ങ് സ്റ്റക്കായി പോയി, ബ്രേക്ക് പിടിക്കാൻ പറ്റിയില്ല. അങ്ങനെയാണ് ഈ ഇത്ര സ്പീഡ് ബ്രേക്ക് പിടിച്ചെങ്കിൽ കുറച്ച് ഞാൻ ചിലപ്പോൾ തെറിക്കൂലായിരുന്നു, വണ്ടിയിൽ നിന്ന് വീഴത്തേ ഉള്ളായിരുന്നുള്ളൂ. ബ്രേക്ക് പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് നമ്മളങ്ങ് സ്റ്റക്കായി പോയി. അങ്ങനെ ഇടിച്ചിട്ട് ഇങ്ങനെ നടു ഇടിച്ചിട്ട് ഞാൻ ഇങ്ങനെ കിടക്കുന്നു, എൻ്റെ ഇവിടെ സൈഡിൽ വണ്ടി, ഞാൻ ഇങ്ങനെ ഇരുന്ന്
കിളി പോയി ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങേരുടെയും കിളി പോയി. ഞാനിങ്ങനെ ആരെങ്കിലും എന്നെ ഒന്ന് പൊക്കി എടുക്കും എന്നുള്ള രീതിയിൽ ഫുൾ കിളിയും പോയി. പിന്നെ എന്നെ ആരെ പൊക്കി എടുത്ത് പിന്നെ ബോധമൊക്കെ ഇട്ട് കുറച്ച് കഴിഞ്ഞ് അപ്പുറത്തൊരു കറി പോയിന്റ് ഉണ്ടായിരുന്നു, അതിനകത്തോട്ട് കയറ്റിയിരുത്തുന്നതിന് മുമ്പ് ഞാൻ അത് കഴിഞ്ഞ് കുറച്ചൊന്നും ഇങ്ങനെ ഒന്ന് തിരിച്ച് ബോധം വന്ന് ഞാൻ തപ്പയാണ് ഫോൺ എന്ത് ചെയ്യേ. അപ്പം ഞാൻ ഫോൺ സ്റ്റാൻഡിലാണ് വെച്ചിരുന്നത്, സ്റ്റാൻഡോട് കൂടി പൊട്ടിപ്പോയി, സ്റ്റാൻഡ് കാണാനുള്ള. ഞാൻ നോക്കി കാണാം ഇടിച്ച ആളാണെന്നുണ്ടെങ്കിൽ ഒരു കറി പോയിന്റിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ അയാളുടെ ബാക്കിൽ ഒരു രണ്ടാമത് ആളുണ്ടായിരുന്നു, അത് ഫുള്ള് മറിഞ്ഞ് റോഡിൽ. അയാളുടെ ഒരു ഹോണ്ട ഷൈൻ ആയിരുന്നു, അത് ഫ്രണ്ട് ഫുള്ള് ബെൻഡായി. അപ്പം ഞാൻ ഈ ഫോൺ തപ്പയാണ്, നോക്കിയപ്പോൾ എൻ്റെ കാലിൽ ഒരു ചെരുപ്പേ ഉള്ളൂ, ഒരു ചെരുപ്പ് അപ്പുറത്ത് കിടക്കണം. അത് ഞാൻ കണ്ടു, ഓക്കെ ചെരുപ്പ് അവിടെ ഉണ്ടോ, ഞാൻ പിന്നെ എടുക്കാം. ഫോണാണ് തപ്പണ്, കാരണം ആളെ അറിയിക്കണമല്ലോ. ഞാൻ ഫോൺ തപ്പി പോക്കറ്റ് ഇവിടെ തപ്പുന്നു, ഞാൻ റോട്ടിൽ മൊത്തം നോക്കുന്നു, കിട്ടുന്നില്ല. കുറച്ചേ നോക്കാണോ ഒരാൾ ദാലിൻ്റെ അണ്ടാവിന്ന് ഫോണ് സ്റ്റാൻഡോടുകൂടി എടുത്തു കഴിഞ്ഞു. അയ്യാ തെറിച്ച് പൊട്ടി ദാലിനകത്ത് പോയി. ഫോണിന്റെ താഴത്ത് ഈ ഫോണല്ല കേട്ടോ, ഇത് ഞാൻ പിന്നെ വാങ്ങിച്ച വേറെ ഫോണ്. സ്പീക്കറിന് മൊത്തം അകത്ത് ദാല് കുത്തി കയറി. ഞാൻ പിന്നെ അവസാനം ഫോൺ കൈ കിട്ടി ഫുള്ള് തുടച്ച് പോക്കെല്ലാം കണ്ട് വെച്ചിട്ട് അവിടെ ഇരുന്ന ആൾക്കാർ എനിക്ക് വെള്ളം വേണമെന്നൊക്കെ പറഞ്ഞ് വെള്ളമൊക്കെ തന്നു. ഇതെല്ലാം നടക്കുമ്പോഴും ഈ ഞാൻ വണ്ടി ഇടിച്ച ആളെയും അവിടെ നിൽക്കുന്ന ആൾക്കാരെ എല്ലാം എനിക്ക് നല്ല കണ്ടു പരിചയം. ഞാൻ വിചാരിച്ചു എൻ്റെ തല കറങ്ങുന്നതുകൊണ്ട് എനിക്ക് തോന്നണയാണോ. എടാ ലൈക്ക് അവിടെ ഇരുന്ന ആൾക്കാരെല്ലാവരും ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, ഇടിച്ച ആളെയും നിന്നെ ഞാൻ എവിടെയോ നല്ല കണ്ടുപരിചയം. സംഭവം ഈ ആക്സിഡന്റ് നടക്കുന്ന എൻ്റെ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ അപ്പുറത്താണ്. എന്നുവെച്ചാൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങോട്ട് ഒരു ഗള്ളിക്കകത്തോട്ട്. അപ്പം ഞാൻ നിങ്ങളെയൊക്കെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷെ അവരോട് ഞാൻ ഒന്നും പറഞ്ഞില്ല, കാരണം ആ ഒരു അവസ്ഥയിലല്ലായിരുന്നു. എന്നാലും എൻ്റെ അൺകോൺഷ്യസ് മൈൻഡിൽ ഇത് ഉണ്ടായിരുന്നു, ഇവരെയൊക്കെ ഞാൻ എവിടെയോ നല്ല കണ്ടുപരിചയമുണ്ടെന്നുള്ളത്. പിന്നെ അവസാനം ഞാൻ എൻ്റെ റൂം ഓണേഴ്സിനെ വിളിച്ച് അവർ വന്ന് പിന്നെ അവർ കൊണ്ട് ആദ്യം ഈ വേറൊരാൾ ഓടി വന്ന് വെള്ളം നിന്ന് നിന്നെ കൊണ്ടുവിടാന്നൊക്കെ പറഞ്ഞു. ഇയാളെ നല്ല കണ്ടുപരിചയം. ഞാൻ അയാളെ ഇങ്ങനെ ഇതൊക്കെ എന്നെ കൊണ്ടുവിടുമെന്ന് പറഞ്ഞ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അവസാനം പിന്നെ പയ്യെ വീട്ടിൽ പോയി പുള്ളിക്കാരൻ എന്നെ മറ്റേ റൂം ഓണർ വന്ന് എന്നെ കേസൊന്നും ആക്കിയില്ല. ഞാൻ പിന്നെ പോവാന്ന് പറഞ്ഞ് പിന്നെ എൻ്റെ വണ്ടി ഫ്രണ്ട് ഫുള്ള് ഡാമേജ് ആയി, കുറച്ചിങ്ങനെ ബെൻഡൊക്കെ ആയി. പിന്നെ എന്തോ അഡ്ജസ്റ്റ് ചെയ്ത് പുള്ളിക്കാരൻ എൻ്റെ റൂം ഓണർ ഓടിച്ച് എന്നെ പുറകെത്തി ആദ്യം ആശുപത്രി കൊണ്ടുപോയി. പിന്നെ ഭാഗ്യത്തിന് പൊട്ടലില്ലാത്തതുകൊണ്ട് മെഡിസിൻ എടുത്തിട്ട് റെസ്റ്റ് മാത്രം. പൊട്ടലുണ്ടെന്നോ നല്ല സീനായിരുന്നു തന്നെ. പിന്നെ ഇവിടെ മുറിഞ്ഞതിനൊക്കെ ആൻറ്റിബയോട്ടിക്സും അതൊക്കെ വെച്ച് മറ്റേ മരുന്നൊക്കെ വെച്ച് വന്നിട്ട് വിട്ട്. പക്ഷെ നീ ഇപ്പം ഈ ആക്സിഡന്റ് ആയതിനു ശേഷം എങ്ങനെ ആരൊക്കെയാണ് ആരെങ്കിലും ഉണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാൻ? അത് എനിക്കൊന്നും ഞാൻ ലാസ്റ്റ് പോഡ്കാസ്റ്റിൽ പറഞ്ഞില്ലായിരുന്നു. ഒരു ഹെൽപ്ലെസ്നെസ് എന്താണ് എന്നുള്ള ഒരു കാര്യം ലിറ്ററലി ഞാൻ അതായത് ആ ആക്സിഡൻറ്റ് നടന്നതിന് ശേഷമുള്ള ഒരു ഞാൻ ഇൻറ്റേൺഷിപ്പിലായിരുന്ന സമയത്ത് ഞാൻ 1.5 ആഴ്ച ലീവ് എടുത്ത് ഫുൾ വീട്ടിൽ തന്നെ ആയിരുന്നു റൂമിൽ. അപ്പോൾ എന്താ എൻ്റെ റൂംമേറ്റ് പാവം, അവൻ ഇൻറ്റേൺഷിപ്പ് ഉണ്ടെങ്കിലും എൻ്റെ കോളേജിലെ വേറെ ജൂനിയേഴ്സിനെ വിളിച്ച് പറഞ്ഞ് അവന്മാർ എന്നെ ലഞ്ച് ബ്രേക്ക് ഒക്കെ ആകുമ്പോഴത്തേക്കും അടുത്തുള്ള കടയിൽ പോയി ഫുഡ് വാങ്ങിച്ച് എനിക്ക് കൊണ്ടുവന്ന് തരും. എനിക്ക് ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ, ഫുൾ നടുസിനായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റും എല്ലാം അവൻ പോകുന്നതിന് മുമ്പേ വാങ്ങിച്ചുകൊണ്ട് വരെയും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അവൻ ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്തു. പക്ഷെ എന്നാലും എന്താ പറയുന്ന ആ ഒരു ഒറ്റയ്ക്കുള്ള ഫീലിംഗ് ആണ്. നമ്മൾ വീട്ടിലില്ലാതാകുമ്പോഴേ പുറത്ത് ഇവൻ ഉള്ളപ്പോൾ പിന്നെയും കുഴപ്പമില്ല. ഇവനും കൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ ഈ വേനയും വെച്ചുകൊണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് കിടപ്പാണ്, റൂമിൽ തന്നെ കിടപ്പാണ്. അത് അനങ്ങാൻ പറ്റാത്ത വേന, ഭയങ്കര വേന. ഗൈസ്, നിങ്ങൾക്ക് എപ്പോഴേലും ഭാവിയിൽ ആർക്കെങ്കിലും എന്തൊക്കെ ഇഞ്ചുറി വന്നാലും നടുവിന് ഇഞ്ചുറി വരാതെ നോക്കണം. വന്നു കഴിഞ്ഞാൽ അത് ഇപ്പം ഇത് നടക്കുന്നത് 2023 ജൂലൈ ആണ്. ഇപ്പം തന്നെ എത്ര 5-6 മാസമായി. പക്ഷെ അത് ഒരുമാതിരി സ്കാർഡ് ഫോർ ലൈഫ് എന്നുള്ള രീതിയിലാണ്. നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഡെയിലി ആക്ടിവിറ്റി അത് അഫക്റ്റ് ആവും, നല്ല സീനാവും അത്. എനിക്ക് നല്ല സീനായിരുന്നു. അപ്പോൾ അത് ഒട്ടും നടക്കാനൊന്നും പറ്റും. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വണ്ടി കൊടുക്കണം, വണ്ടി താഴെ കൊണ്ട് വെച്ചേക്കുന്നു. ഈ ഓണർ ആദ്യമേ വന്നപ്പോൾ ഞാൻ ഇയാളോട് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ആക്ച്വലി ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞു നോക്കി. അപ്പോൾ അയാൾ പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഹെൽപ്പ് ചെയ്യാൻ ഉദ്ദേശമില്ല, ഞാൻ തന്നെ കൊടുക്കുക, എന്തിനും ബുദ്ധിമുട്ടിക്കുന്നത്. പിന്നെ ഈ വയ്യാത്ത നടുവ് വെച്ചുകൊണ്ട് ഹാൻഡിലും വളഞ്ഞ വണ്ടി ഓടിച്ച് ഭാഗ്യത്തിന് ഹോണ്ടയുടെ ഷോറൂം അടുത്തുണ്ടായിരുന്നു, എൻ്റെ ആക്റ്റീവയാണ്. പിന്നെ കൊടുത്തപ്പോൾ കാണാം അവിടുന്ന് 1 ലോഡ് പുച്ഛം. അത് മൂന്നാമത്തെ ഹൈദരാബാദിലെ കസ്റ്റമർ സർവീസിന്റെ പൊന്നു മോനെ പറയാണ്ടിരിക്കാൻ വയ്യ, വൻ തേപ്പാണ്. എന്നുവെച്ചാൽ ഒരുമാതിരി എല്ലാ ഏരിയയിലും അല്ല ഞാൻ പറഞ്ഞ, ഈ പ്രത്യേകിച്ച് ഈ ഷോറൂമുകളുടെയൊക്കെ. ഞാൻ ഈ ഹോണ്ട ഷോറൂം പോയിട്ട് ഞാൻ അവിടെ നിൽക്കുക, സാർ എന്താ വേണ്ടേന്ന് പോലും ഒരു ചോദിക്കൂല. നീ അങ്ങോട്ട് ചെന്ന് എടുത്ത് ചാടിച്ചെന്ന് പറഞ്ഞാലേ അവരെന്തിന്. ഇതേപോലെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ റൂംമേറ്റ് അവനൊരിക്കൽ വയ്യാതായി, അവന് തലവേനയൊക്കെ ഉണ്ട്. ഞാൻ അവനെ എടുത്തുകൊണ്ട് ആശുപത്രി പോയി. അവിടെ കൊണ്ടിട്ട് നമ്മൾ കൗണ്ടറിൽ നിൽക്കുക, നമ്മൾ കുറേ നേരം കൊണ്ട് അവർ തിരിഞ്ഞു നോക്കുന്നില്ല. അവസാനം അവിടെ കിടന്ന് ഷൗട്ട് ചെയ്തപ്പോഴാണ് അവർ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞ്
സാർ കൗണ്ടർ ബിസിയാണ്. നിങ്ങൾക്ക് കൗണ്ടർ ബിസി ആണെങ്കിൽ ആദ്യം പറഞ്ഞില്ലേ, നമ്മൾ ഇരിക്കൂലേ. ഇവര് ടിക്കറ്റ് തരുന്നില്ല. കസ്റ്റമർ സർവീസ് വൻ മോശമാണ് ഹൈദരാബാദിൽ. അത് ഒന്നാമത് നടുവേനെ കൊണ്ട് എനിക്ക് നിൽക്കാൻ വയ്യ. എനിക്ക് മാക്സിമം എത്രയും പെട്ടെന്ന് വണ്ടി കൊടുത്തിട്ട് വീട്ടിൽ പോകണം. പിന്നെ ഒരു പേപ്പർ കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഫോട്ടോ കോപ്പി അല്ല ഒറിജിനൽ വേണമെന്ന്, ഒറിജിനൽ കൊടുക്കുമ്പോൾ ഒറിജിനൽ അല്ല ഫോട്ടോ കോപ്പി വേണമെന്ന്, ആധാർ കൊടുക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം വണ്ടിയുടെ ഓണറിൻ്റെ ആധാർ എൻ്റെ അമ്മയുടെ പേരിലാണ്. പിന്നെ നെട്ടോട്ട് ഓടി പിന്നെ അന്ന് രാത്രി വൈകിട്ടായപ്പോഴത്തേക്കും പൂട്ടുന്ന സമയം എനിക്ക് ഒരു ഡോക്യുമെൻ്റ് ഇല്ല, അതിൻ്റെ പ്രിൻ്റ് ഔട്ട് ഇല്ല. അപ്പോൾ ഇവർ പറഞ്ഞു ഇല്ല അതുകൂടെ കൊണ്ടുവന്നാലേ വണ്ടി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂ. ഓടിച്ചോണ്ട് വന്ന പാടെ എനിക്കറിയാം. ഇനി ഞാൻ തിരിച്ചെങ്ങനെ വീട്ടിൽ കൊണ്ടുപോകും. പിന്നെ അവസാനം കെഞ്ചി ഞാൻ പറഞ്ഞു നാളെ രാവിലെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് വണ്ടി അവരവിടെ കയറ്റി വെച്ചിട്ട് ഞാൻ പിന്നെ പിറ്റേന്ന് രാവിലെ ഡോക്യുമെന്റ് കൊണ്ട് കൊടുത്തു. നടല്ലേ ഈ ബാക്കിയുള്ള ഡോക്യുമെന്റ് കാണുമ്പോൾ അറിയത്തില്ല നിന്റെ വണ്ടിയാണെന്നുള്ളത്. അതാണ് അവിടുത്തെ കോണ. ഫുൾ ഡോക്യുമെന്റ്സ് അക്സെപ്റ്റ് ചെയ്യാതെ അവർ വണ്ടി അവിടെ വെക്കൂലെന്നടാ. ഞാൻ പറഞ്ഞ ആക്സിഡന്റ് ആയതാണ് പക്ഷെ ഞാൻ അവിടെ ആക്ച്വലി എനിക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ വണ്ടി ഇടിച്ച് വേറൊരു വണ്ടി ഇടിച്ചാണെന്ന് പറഞ്ഞില്ല. അല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് അത് ഗൈസ് ഈ എപ്പോഴേലും നിങ്ങൾ ആക്സിഡന്റ് ആയിട്ട് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്ന സമയത്ത് മേജറൊന്നും അല്ല, ഇതുപോലെ മൈനർ ആക്സിഡന്റ് ആണെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ വണ്ടി തട്ടി വീണെന്ന് പറയരുത്, വല്ല കല്ലിലോ അങ്ങനെ വല്ലതും തട്ടി വീണെന്ന് പറയണം. വണ്ടി തട്ടി വീണെന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ നാട്ടിലെങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ, ഇവിടെ ആണെന്നുണ്ടെങ്കിൽ അവർ വേറൊരു സംഭവം ഉണ്ട്, FIR-ന്റെ എന്തൊരു സാധനം അത് അവർ ചോദിക്കും. കാരണം കേസ് എന്തെങ്കിലും ആയിട്ടുണ്ടോ അതനുസരിച്ച് അവർ പ്രൊസീഡ്. അപ്പോൾ അതിന് സമയം എടുക്കും. നമ്മളാണെന്നുണ്ടെങ്കിൽ കേസ് ആക്കിയില്ലല്ലോ, പറഞ്ഞു വിട്ടുകൊണ്ട് ഞാൻ കല്ലി തട്ടി വീണു. പിന്നെ അവിടുന്ന് ഇൻഷുറൻസുകാർ വിളിച്ച് ചോദിക്കും, നിന്നെ വിളിച്ച് ചോദിക്കും എന്താണ്. പിന്നെ ഇൻഷുറൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം 2 വർഷത്തിന് മുകളിൽ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ അവർ ഇൻഷുറൻസ് പോലും ക്ലെയിം ചെയ്ത് തരുള്ളൂടാ. നിനക്ക് കൂടുതലുണ്ടല്ലോ. എനിക്കുണ്ട്, അതുകൊണ്ട് കിട്ടി. ന്യൂബിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും അടുത്ത ഇത് വരുമെന്നോ ആക്സിഡന്റ് വരുമെന്ന് വിചാരിച്ചിട്ട് അവർ തരത്തില്ല. അങ്ങനെ പിന്നെ അവസാനം ഒരു രീതിയിൽ ഒപ്പിച്ച് പിന്നെ ഞാൻ കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഒരു 5 ദിവസം കൂടെ റെസ്റ്റ് എടുത്തിട്ടാണ് ഞാൻ പോയത്. വർക്കിന് പോയപ്പോഴും എല്ലാം ബസ്സിലാണ് പോകുന്നത്. മെട്രോ ബസ് ഇരിക്കാൻ പറ്റത്തില്ല, ഇരുന്ന നടുവേന ഞാൻ നിന്നുപോയി. മെട്രോ 25 കിലോമീറ്റർ ദൂരമായിരുന്നു എൻ്റെ പൊന്നെ. അപ്പം അന്ന് ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടപ്പാട് എന്താണെന്നുള്ളത്, അതായത് വീട്ടുകാരുടെ ഹെൽപ്പ് ഇല്ലാണ്ട് പഠിച്ച് എല്ലാം തനി ഞാൻ പഠിക്കും. പിന്നെ ഹാർഡെന്നല്ല എന്തോ എന്നാൽ മുടിയാതെ ബിഗിലേ ഒരു രീതിയായിരുന്നു. സത്യമായിട്ടും ഞാൻ ഒരു ലിമിറ്റ് നമുക്ക് പറ്റൂല, വൻ വേദനയായിരുന്നു. കേരളത്തിൽ എവിടെയെങ്കിലും ഒരു പക്ഷേ പപ്പയ്ക്ക് അമ്മയ്ക്ക് ഓടി അതല്ലേ ഇവർക്ക് അപ്രോച്ച് ചെയ്യാനും പറ്റും. എന്നിട്ട് എന്നോട് ചോദിച്ച് അവര് വേണേ വരുമെന്ന് ട്രെയിൻ പണി. ഞാനാ പറഞ്ഞ വേണ്ട. കാരണം അതും നമ്മളൊരു കാര്യം, നമ്മൾ എത്രയെന്നും പറഞ്ഞ് പേരൻസിനെ ആശ്രയിച്ച് ജീവിക്കും. എല്ലാം തനിയെ ചെയ്യാൻ പഠിക്കണ്ടേ. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നീ നേരത്തെ നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ പറഞ്ഞില്ലേ, ഇപ്പൊ ഈ സംഭവം ഞാൻ US-ലോ UK-ലോ എങ്ങനെ വെച്ചാൽ സംഭവിച്ചു, ഇവർ പിറ്റേന്ന് ട്രെയിൻ കയറി വരാൻ പറ്റുമോ? അവിടെ ഇല്ലല്ലോ. ഇവർ കൂടെ കേട്ടോണ്ട് കൂടിപ്പോയാൽ കരഞ്ഞോണ്ടിരിക്കാം, മനസ്സിലായില്ലേ? നമ്മൾക്ക് എവിടെ മാനേജ് ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം അവരോട് പറഞ്ഞു വരണ്ട എന്നും. പിന്നെ ആക്ച്വലി നടു നല്ല സീനായ കാര്യം ഞാൻ വീട്ടിൽ ആദ്യം പറഞ്ഞില്ല, എന്തെങ്കിലും അവർ ഓടി വന്നേനെ. ഞാൻ ഓണറിൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് നടു സീനായ കാര്യം ഉടനെ അത്ര സീനായ കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞില്ല. നടു ഇടിച്ച് വീണു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ബേസിക്കലി പറഞ്ഞു വന്ന ഈ ഒരു ആക്സിഡൻറ്റോടുകൂടി സംഭവം എന്തോ കുറച്ചുകൂടെ വണ്ടി കെയർഫുൾ ആവാൻ പഠിച്ചു, ഇൻഡിപെൻഡൻ്റ് ആവാൻ പഠിച്ചു. ആക്ച്വലി വളരെ കഷ്ടപ്പെട്ടു. കാരണം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു വീക്കെൻഡ് കഴിയുമ്പോൾ ഞാൻ ഇടുന്ന തുണി എത്ര ആരും നനയ്ക്കും, ഞാൻ തന്നെ നനയ്ക്കണം. ഈ നടുവും വെച്ചോണ്ട് ഞാൻ അത് നനച്ച് ലോണ്ടറിക്ക് വേണേൽ കൊടുക്കാം, പക്ഷെ നമ്മളവിടെ പൈസ വേസ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ തന്നെ ഇരുന്ന് കഴുകും. പിന്നെയല്ലേ ഈ ഹൈദരാബാദ് എന്നൊക്കെ പറയുമ്പോൾ കൂടുതലും ഇപ്പം ഞാൻ ഹൈദരാബാദ് പോയിട്ടില്ല. ഞാൻ കൂടുതലും കേരളത്തിലായിരുന്നു സാഡ്. അപ്പോൾ ഹൈദരാബാദ് എന്ന് കേൾക്കുമ്പോൾ എനിക്ക് വരുന്ന ഒരു ഫസ്റ്റ് തിങ് ഇസ് ബിൽഡിങ്സും ഭയങ്കര ഹൈഫൈ സംഭവം. പക്ഷെ നമ്മുടെ കേരളം എന്ന് പറയുമ്പം ഞാനിപ്പോൾ സിറ്റിക്കകത്ത് താമസിക്കുന്നെങ്കിൽ പോലും എനിക്ക് പച്ചപ്പൊക്കെ ഓർമ്മ വരുന്നത്. അപ്പം അത് ശരിക്കും ഉള്ളതാണ്. അതിനെപ്പറ്റി എനിക്ക് 2 കാര്യം പറയട്ടെ. ഒന്നാമത്തെ കാര്യം, ഞാൻ ഇവിടുന്ന് പോകുന്ന സമയത്ത് നമ്മുടെ ട്രിവാൻഡ്രം അത്ര ഡെവലപ്ഡ് അല്ലായിരുന്നു, മനസ്സിലായില്ലേ? ആകെപ്പാടെ മോൾ ഓഫ് ട്രാവൻകൂർ എങ്ങാണ്ട് വന്ന സമയം. അപ്പോൾ എന്താ പറയുക, അങ്ങനെ വലിയ കടകളോ ഇതൊന്നും ഇല്ല, മനസ്സിലായില്ലേ? നൈറ്റ് ലൈഫ് ഒന്നും ഇല്ല. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഫുള്ള് നൈറ്റ് ലൈഫ് ഇതൊക്കെയായിരുന്നു. ദാണ്ട കിടക്കുന്നു. അവിടെ ചെന്ന് തുടങ്ങുന്നത് ട്രിവാൻഡ്രത്ത് മോൾ ഓഫ് ട്രാവൻകൂർ വരുന്നു, ലൂലു മോള് വരുന്നു, കഴക്കൂട്ടം ഫുള്ള് നൈറ്റ് ലൈഫ്. ഞാൻ പറഞ്ഞു ഇത് അനുഭവിക്കാനാണ് അങ്ങ് പോയത്. അപ്പോൾ കാണാൻ ഇവിടെ അല്ല, ഇപ്പോൾ ട്രിവാൻഡ്രത്തെല്ലാം വന്നു.
അപ്പൊ ഞാൻ ഇങ്ങനെ ഒരുമാതിരി ഇത് ഞാനാരെ അവിടെ ഇപ്പൊ റെസ്ട്രിക്ഷൻ ഒക്കെ ഇല്ലേ? അവിടെ കൊറോണയ്ക്ക് മുമ്പ് വരെ ഫുൾ 24/7 ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെയും കുഴപ്പമില്ല. അവിടെയൊക്കെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി 12 മണി വരെ എന്തോ ഇതുണ്ട്. പക്ഷെ 12 മണി കഴിഞ്ഞാൽ ആൾക്കാർ നടത്തും. കട ഷട്ടർ അടച്ചിട്ട് സൈഡിൽ കൂടെ എൻട്രി ഉണ്ട്. ഈ അറിയാവുന്നവര് നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാത്രി ചായ കുടിക്കാൻ ഒരു പോക്കുണ്ട്. എനിക്ക് എന്റെ റൂംമേറ്റിന് രാത്രി 1 മണി 2 മണിക്കൊക്കെ. അപ്പൊ ചില കട നമുക്കറിയാം, ചില കടകൾ തുറന്നിരിക്കുന്നു. സൈഡിൽ കൂടെ ചെന്നിട്ട് ബൈ ചായ എന്ന് പറഞ്ഞാൽ അടി കൂടെ പൈസ കൊടുക്കുന്നു, അടി കൂടെ ചായ വാങ്ങിക്കുന്നു. ആ പരിപാടിയാണ് അത്. ഒന്ന് ഈ ഹൈഫൈ. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാംഗ്ലൂർ ഹൈദരാബാദ് രണ്ടും ഈ പുറമേ നിന്ന് ഒരാൾ നോക്കുമ്പോഴത്തേക്ക് സാം ഹൈദരാബാദ് പോകുന്നു പഠിക്കാൻ, അവൻ ഫുൾ അടിച്ച് പൊളിച്ച് മറ്റേ ക്ലബിങ്ങും അതും ഇതാണ് എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ഹാർഷ് റിയാലിറ്റി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എൻജോയ്മെന്റ് ആണെങ്കിലും നമ്മൾ ഒരു മിഡിൽ ക്ലാസ് എന്ന രീതിയിൽ നമുക്കിതൊക്കെ പോകും. പക്ഷെ എന്തോ കൂടി പോയാൽ മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 2 മാസത്തിലൊരിക്കൽ ഈ സിനിമ ബേസിക്കലി നമുക്ക് ഈ ഒരു ഐഡിയ ബാംഗ്ലൂർ ലൈഫൊക്കെ കിട്ടുന്ന ഈ ബാംഗ്ലൂർ ഡേയ്സ് ഒക്കെ കണ്ടിട്ട് നമ്മുടെ വിചാരം എന്തോ അവിടെ പോകുന്ന ഒരു ഡെയിലി ക്ലബിങ്ങും മറ്റ് കുപ്പി വെച്ച അടിയും അതും ഇതും എല്ലാം ആണെന്ന്. പക്ഷെ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ചില്ല ഔട്ട്. പക്ഷെ അങ്ങനെ അല്ലടാ. പ്രത്യേകിച്ച് ബാച്ചിലേഴ്സ് ലൈഫിൽ നമ്മളവിടെ പോകുമ്പോഴത്തേക്കും നമ്മളവിടെ ദാലും ചോറും വെച്ച് ഞാൻ അവിടെ ഹൈദരാബാദിൽ കഴിഞ്ഞ ദിവസങ്ങളുണ്ട്. മറ്റേ മൂവി ഉണ്ടല്ലോ, ഹൊറർ മൂവി റീസെന്റ് ഇറങ്ങിയ ബാംഗ്ലൂർ രോമാഞ്ചം പോലെയാണടാ. കാരണം പുറമേ നോക്കുമ്പോഴത്തേക്കും വലിയ ഇത് ഉണ്ട്. ഇതിപ്പോ ഞാൻ സെക്യുലറായിട്ട് പറയുന്നതല്ല, പക്ഷെ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ പണം ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ ലൈഫ് ആണെന്നുണ്ടെങ്കിൽ ഫിൽത്തി റിച്ച് ആയിരിക്കണം എന്നാ ഓക്കെ. അല്ല നമ്മളെ പോലുള്ള ഈ മിഡിൽ ക്ലാസ് ആൾക്കാരൊക്കെ അവിടെ ചെന്നിട്ട് ഡെയിലി ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു എന്താ പറയുന്ന ഒരു അത് പറഞ്ഞിട്ട് കാര്യമില്ല, സൊസൈറ്റി അങ്ങനെ ആയിപ്പോയി. ഇപ്പോൾ പെട്ടെന്ന് ഞാൻ ബാംഗ്ലൂർ പഠിക്കാൻ പോകുന്ന അവനവിടെ അടിച്ചു പൊളിയെന്നാണ് വിചാരം. പക്ഷെ നമ്മളവിടെ എന്തോ പോവായിരിക്കും, മാസത്തിൽ ഒന്നോ ഒരു പ്രാവശ്യം എല്ലാം പോകും. ബാക്കി എല്ലാ ദിവസവും ഇതേപോലെ ഒരു കാട്ടിലും ഒരു മുറിയിലും കിടന്ന് ഞാൻ പറഞ്ഞില്ലേ അവിടെ വാഷിംഗ് മെഷീൻ ഇല്ല, എനിക്ക് TV ഇല്ല, ഇതില്ല, വാട്ടർ ക്യാൻ വെള്ളം തീരുമ്പോൾ താഴെ പോയി എടുത്തോണ്ട് വരണം, തുണിയെല്ലാം കൂടെ ഞാൻ തന്നെ ഇട്ടാണെങ്കിൽ മുകളിൽ കൊണ്ടുവന്ന് ഇടണം. അപ്പൊ എല്ലാ കഷ്ടപ്പാടും ഉണ്ട്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും എനിക്ക് സത്യം പറഞ്ഞാൽ കേരള ലൈഫായിരുന്നു ഹൈദരാബാദ് ലൈഫിനെക്കാളും ലക്ഷറി. വണ്ടിക്ക് വണ്ടി, പെട്രോൾ അടിക്കണ്ട, എല്ലാം ഇതായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇന്റേൺഷിപ്പിന് വണ്ടി ഉണ്ടെങ്കിൽ പെട്രോൾ അടിക്കുന്നത് ഞാൻ എൻ്റെ ഇന്റേൺഷിപ്പ് പൈസ വെച്ചാണ് പെട്രോൾ അടിക്കുന്നത്. എൻ്റെ പൊന്നെ വാണി പൈസ ഇങ്ങനെ വരും, പെട്രോൾ അടിച്ച് പോകും. എൻ്റെ പകുതി വണ്ടിയാണ് പെട്രോൾ അടിച്ചിട്ടുള്ളത്. കാരണം അവിടെ എനിക്ക് ഡെയിലി 25 ഡെയിലി ഒരു 50-60 കിലോമീറ്റർ വണ്ടിക്ക് ഓട്ടോ ഉണ്ടായിരുന്നു. പക്ഷേ ഈ എന്താ പറയാ, അപ്പൊ നീ എങ്ങനെ പൈസ സേവ് ചെയ്യാൻ പഠിച്ചോ? എങ്ങനെ? പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ സ്കൂൾ ടൈമിലും എൻ്റെ കൊച്ചിലത്തെ സമയത്തൊന്നും എനിക്ക് ഇതേപോലെ ഇങ്ങനെ എന്താ പറയണ, എനിക്കങ്ങനെ വീട്ടിൽ നിന്ന് പൈസ ഒന്നും തരൂലായിരുന്നു. അതിന് വെച്ചാൽ തരൂല ഇൻ ദ സെൻസ് ബാക്കി ഞാനെല്ലാം ഇങ്ങനെ ഈ ക്യാൻറ്റീൻ തിന്നണ ആളൊന്നും അല്ലായിരുന്നു. ഫുള്ള് വീട്ടിൽ നിന്ന് ഇല്ല, അങ്ങനെ തരൂലായിരുന്നു. എനിക്കായിട്ട് അങ്ങനെ തരൂല. പിന്നെ ബർത്ത്ഡേക്ക് ഈ റിലേറ്റീവ്സ് ഒക്കെ തരുന്നത് അവർ വല്ല ഷർട്ടോ അങ്ങനെയൊക്കെ വാങ്ങിച്ചു. അല്ലാതെ എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ അങ്ങനെ കൊച്ചിലെ പൈസ ഡീൽ ചെയ്തിട്ടില്ല. അപ്പൊ എനിക്ക് ആക്ച്വലി പണ്ട് പൈസയുടെ വാല്യൂ അറിഞ്ഞുകൂടായിരുന്നു. മനസ്സിലായില്ലേ? പണ്ടെന്ന് 10 രൂപ എനിക്ക് ഒഴുകി ഇപ്പോഴും ഓർമ്മയുണ്ട്. ആരോ നമ്മളിവിടെ അരുണാചൽ പോയ സമയത്ത് എനിക്ക് ഓമനാൻറ്റി അറിയോ? ഓമനാൻറ്റി എനിക്കൊരു 200 രൂപ തന്നു. അന്ന് ഇന്നൊക്കെ 200 രൂപ നമുക്ക് അതിന്റെ വില അറിയാമല്ലോ. അന്ന് 200 രൂപ നോട്ട് ഞാൻ അടുത്ത് പോക്കറ്റ് വെച്ചിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ചെന്നൈയിൽ ലേ ഔട്ട് ചെയ്ത്, എനിക്ക് വയറൊക്കെ സീനായി, ഞാൻ ലേ ഔട്ട് ചെയ്തിട്ട് ചെന്നൈയിൽ നിന്ന് തിരിച്ച് ട്രെയിനിൽ ട്രിവാൻഡ്രം വരിക. എത്ര ഇപ്പോൾ ഒരു പോർട്ടർ വന്ന് എല്ലാം കയറ്റി എല്ലാം വെച്ച് കഴിയുമ്പോൾ ഞാൻ 200 എടുത്ത് അയക്ക് കൊടുത്തു. അയാളുടെ സന്തോഷം കാണുമായിരുന്നു. 200 രൂപ എടുത്ത്. അന്നത്തെ കാലത്ത് 2013 ഒരു പോർട്ടറിന് 200 രൂപ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു 500 രൂപയുടെ ഈക്വലാണ്. മനസ്സിലായില്ലേ? 10-11 വർഷം മുമ്പ് ഉള്ള കാര്യം ഞാൻ പറയുന്നു. അയാള് പെട്ടിയെടുത്ത് വെക്കുന്നു. എന്തൊരു സന്തോഷമായിരുന്നു. പക്ഷെ അന്ന് ഞാൻ പറഞ്ഞത്, അന്ന് പപ്പ ഇങ്ങനെ പറഞ്ഞേടാ നീ എന്തിനു കൊടുത്തത്, ഞാൻ പോട്ട് ഞാൻ പറഞ്ഞ അന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഈ പൈസയുടെ വാല്യൂ ഞാൻ രണ്ടാമത് മെയിൻലി പഠിച്ചതെന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ആയിട്ട് പൈസ എങ്ങനെ സ്പെൻഡ് ചെയ്യാം, പൈസയുടെ വാല്യൂ എന്താണെന്നുള്ളത് ഹൈദരാബാദിൽ പോയി പഠിച്ചു. മണി മാനേജ്മെന്റ്, എസ്പെഷ്യലി ഫിനാൻഷ്യൽ മണി മാനേജ്മെന്റും. അത് കുറെ ഈ വരുന്ന പൈസ എല്ലാം ഒരു മാസത്തെ പൈസ ഒരാഴ്ച പൊട്ടിച്ചിട്ട് ഇങ്ങനെ വീട്ടിൽ ചോദിക്കാൻ പറ്റൂ. സീനായിരുന്നു. അത് വീട്ടിൽ പറയാനും പറ്റത്തില്ല. പക്ഷെ വീട്ടിൽ പറഞ്ഞ അയച്ചൊക്കെ തരും. പക്ഷെ എന്നാലും എന്താ പറയുന്ന പൊട്ടിയിട്ടിരിക്കും. നമ്മൾ ഈ കാശ് വാരി എറിയായിരുന്നു ആദ്യമൊക്കെ. അത് ഈ ഗൂഗിൾ പേയും കൂടെ. ഈ ഗൂഗിൾ പേ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു എന്താ പറയുക ഖത്തർനാക്ക് സാധനമാണ്. അതായത്
കാശ് കയ്യിൽ നിന്ന് പോണ അറിയൂല. ചേട്ടാ 30 ഇട്ടിട്ടുണ്ട്, ചേട്ടാ 50 തീർന്നു. ഒരു ദിവസം കൊണ്ട് 1500 തീർന്നു. ആ വക ഐറ്റമാണ്. നമ്മൾ കൈ ക്യാഷ് വെക്കുമ്പോഴത്തേക്കും അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള വല്ലപ്പോഴൊക്കെ കൈ ക്യാഷും കൊണ്ട് നടക്കണം. ഈ എപ്പോഴും ജീപ്പേ ഇട്ട് കഴിഞ്ഞാൽ ഈ പെട്ടെന്ന് 1500 ഉണ്ട്, 30. പക്ഷെ നമ്മൾ ഈ ക്യാഷായിട്ടൊരു 30 രൂപ കൊടുക്കുന്നത് ഓൺലൈൻ 30 റുപ്പീസ് പേ തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ 30 കൊടുക്കും, അയ്യോ 30 3 10ന്റെ നോട്ടാണ് നമ്മൾ കൊടുക്കുന്നത്, അല്ലെ 500ന്റെ നോട്ടാണ്. ഓൺലൈൻ 500 500 ടാപ്പ് പേ തീർന്നു, 500 അയച്ചു, ഒരു വിലയില്ലാതായിപ്പോയി. എടാ ഡെയിലി 10,000-2000 രൂപയൊക്കെ പൊട്ടുമായിരുന്നടാ. അങ്ങനെ പൊട്ടിയിട്ട് നമ്മൾ അറിയൂല. ഒരു ഏതെങ്കിലും കടയിൽ കയറിയിട്ട് ഇനി പൈസ ചെയ്യാൻ അത് സംഭവിച്ചിട്ടുണ്ട്. വലിയ അടുത്ത് എല്ലാം വാങ്ങിച്ച് കുടിച്ചിട്ട് പേ ചെയ്യുമ്പോഴത്തേക്ക് ഇൻസഫിഷ്യന്റ് ബാലൻസ് പാത്രം കഴിയേണ്ടി വരും തേഞ്ഞ്. പിന്നെ ഫ്രണ്ട്സിനെ വിളിച്ച് അവരയച്ച് അങ്ങനെ കൊടുത്ത സിനാറീസ് ഒക്കെ ഉണ്ടായി. പക്ഷെ അതുകൊണ്ട് എന്തോ പഠിച്ചു, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പഠിച്ചു. പയ്യെ എല്ലാം പഠിക്കുള്ളൂ. അപ്പം ഞാനിപ്പോൾ എൻ്റെ എല്ലാവരും ഇങ്ങനെ ആയിരിക്കണമെന്നില്ല. എല്ലാവർക്കും ഇപ്പം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിലെ മറ്റേ ജനിച്ച ഉടനെ ഫോണും ടാബ്ലറ്റും അടിച്ച് കൈ കൊടുക്കുന്ന ജനറേഷനാണ്. ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴേ നല്ല എക്സ്പോഷർ ഉണ്ട്. നമ്മുടെ ഒന്നും കൊച്ചിലെ ഇങ്ങനെ പൈസ എക്സ്പെൻഡിച്ചറോ അല്ലാതെ എന്താ പറയുക ഇങ്ങനെ ഇത്രയും വേൾഡ് നോളജ് നമുക്കില്ല. നമ്മൾ കൂടുതൽ എനിക്കൊന്ന് 11th 12th ഒക്കെ എപ്പോഴാണ് ആ ഒരു സമയം എന്താണ് നമ്മൾ ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ 5ാം ക്ലാസ്സിലെ 4ാം ക്ലാസ്സിലേക്ക് പിള്ളേർക്ക് തന്നെ നമ്മുടെയൊക്കെ സമയത്ത് 11ാം ക്ലാസ്സിൽ വിവരമുണ്ട്. അല്ല അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇപ്പോഴത്തെ പിള്ളേരെ കുറിച്ചല്ല. ഞാൻ ഇപ്പം എനിക്ക് ഒന്ന് വേണമെങ്കിൽ കോളേജിലേക്ക് കയറുന്നത് നിങ്ങളൊന്ന് മണി മാനേജ്മെൻറ്റും ഫിനാൻഷ്യൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് അത് ഉടനെ പഠിക്കുമെന്നല്ല, കുറേയൊക്കെ കയ്യിൽ നിന്ന് പൊട്ടും. ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടാ ഞാൻ ലിറ്ററലി പൈസ ഇല്ലാതെ ഫുഡ് കഴിക്കാണ്ടിരുന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ കൈ പൈസ ഇല്ല, വീട്ടിൽ നിന്ന് ചോദിക്കും, എടാ നിന്റെ പൈസ ഉണ്ടല്ലോ അല്ലേ, ഞാൻ പറഞ്ഞു ഉണ്ടെന്ന് പറയും. പറയാൻ പറ്റുമോ വീട്ടിൽ പൊട്ടിന്ന്? എന്തോ നമ്മുടെ മനസ്സത് അനുവദിക്കൂല. ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ 2 മീലൊക്കെ സ്കിപ്പ് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റാണ്. എന്നിട്ട് പിറ്റേ ദിവസം ഫണ്ട് വരുമ്പോഴത്തേക്കും ഞാൻ എടുത്ത് കഴിയും. അങ്ങനെയൊക്കെ ചെയ്താണ്. ആക്ച്വലി അത് ചെയ്യുന്നത് നല്ലതാണ്. കാരണം അത് നമ്മൾ സെൽഫായിട്ട് നീ ഇത്രയും പൈസ എക്സ്ട്രാ നീ സ്പെൻഡ് ചെയ്തു, അതുകൊണ്ട് ഇത്രയും നിന്റെ എപ്പോഴും ചിന്തിച്ച്, അതായത് അതിൻ്റെ ഒരു റേഷ്യോ ഉണ്ട് ആക്ച്വലി. അതായത് നമുക്കിപ്പോൾ ഒരു ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇത്രയുമേ സ്പെൻഡ് ചെയ്യാവൂ, ഇത്രയും സേവിങ്സ് എന്ന് പറഞ്ഞിട്ട് ആ സേവിങ്സ് ആദ്യമേ മാറ്റി വെക്കണം. അല്ലാണ്ട് ഞാൻ ഇപ്പോഴേ സ്പെൻഡ് ചെയ്ത് അവസാനം ബാക്കി വരുന്ന മിച്ചമെന്നും ഒന്നും മിച്ചം കാണൂല. കടമെടുത്ത് നീ സംഭവം കാര്യങ്ങൾ ചെയ്യും. ഇപ്പം ഏറ്റവും ആദ്യം ഒരു സാലറി ഇപ്പം എൻ്റെ പ്രായത്തിലുള്ള എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഇപ്പം എൻ്റെ പ്രായത്തിലുള്ള ആരെങ്കിലുമൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പം ഞാനിപ്പോൾ ജോലിക്ക് കയറാം, ഞാനിപ്പോൾ എന്നെയും കൂടെ ഇൻക്ലൂഡ് ചെയ്താൽ പറയുന്നത്. ഇപ്പം നീ ആണെങ്കിലും ഇനിയിപ്പോൾ അടുത്ത് നീയിപ്പോൾ ഒരു ജോലി ചെയ്തുകൊണ്ട് നിനക്ക് പിന്നെ അറിയാം, ഞാനും ഇടയ്ക്ക് വെച്ച് ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും ഇനിയിപ്പോൾ നമ്മൾ കുറച്ചുകൂടി സ്റ്റേബിൾ ജോലിയിൽ ഇനി ഫ്യൂച്ചറിൽ കയറുമ്പോൾ ഒരു ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത 10,000-15,000 ഒക്കെ ജോലിയല്ലേ, ഇനി ഭാവിയിൽ ഒരു 10-50,000 രൂപ സാലറി ഒക്കെ ഉള്ള ജോലി കയറുമ്പോഴത്തേക്കും നമ്മുടെ എക്സ്പെൻഡിച്ചർ കൂട്ടാൻ നമുക്ക് തോന്നും. 50,000 രൂപ വന്നു, ഒരു 30,000 സ്പീക്കർ അങ്ങ് വെക്കാം. കാശുണ്ട്, നമുക്ക് വേണേ വാങ്ങിക്കാം. പക്ഷെ അങ്ങനെ വാങ്ങിക്കുന്ന സാധനം മണ്ടത്തരമാണ്. സേവിങ്സ് വെച്ചിട്ട് നിന്റെ സാധനം വാങ്ങിക്കണം, അല്ലാതെ എക്സ്പെൻഡിച്ചറിൽ നിന്ന് എടുത്തല്ല ചെയ്യേണ്ടത്. അപ്പൊ എനിക്ക് നല്ല റിലേറ്റബിൾ ആണ്. അതെ, എനിക്ക് നല്ല റിലേറ്റബിൾ ആണ്. കാരണം ഞാനിവിടെ ജോബ് ആദ്യമൊക്കെ സാലറി കിട്ടുമ്പോഴത്തേക്കും തീർന്നു, 3 മാസത്തെ സാലറി തീരും. നമ്മൾ ആദ്യം ആവശ്യമുള്ള സാധനമെല്ലാം വാങ്ങിക്കും. അങ്ങനെയല്ല, ആദ്യം ബേസിക് എക്സ്പെൻഡിച്ചർ. ശരി, നിങ്ങൾക്ക് കുറേ ബേസിക് എക്സ്പെൻഡിച്ചേഴ്സാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ പുറത്താണെന്നുണ്ടെങ്കിൽ റൂമിൻ്റെ റെൻറ്റ്, ഇലക്ട്രിസിറ്റി, പിന്നെ വൈഫൈ, നിങ്ങളുടെ ഫോണിൻ്റെ റീചാർജ്, പിന്നെ ഫുഡ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ബേസിക് നെസസിറ്റീസ് ആണ്. അതിനൊരു ബഡ്ജറ്റ് മാറ്റി വെച്ചിട്ട് ബാക്കി സേവിങ്സിൽ നിന്ന് നിങ്ങൾ പൊട്ടിച്ചു. അല്ലാതെ ആദ്യമേ പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവസാനം റെന്റ് കൊടുക്കാൻ പറ്റായിരുന്നു കഴിഞ്ഞാൽ നൈക്കിയുടെ ഷൂസ് ഉണ്ട്, റെന്റ് കൊടുക്കാൻ കാശില്ല, എന്ത് ചെയ്യും? റോട്ടി ചെണ്ട അമ്മാന്നും പറഞ്ഞ് ഷൂസ് എടുത്ത് കാണിക്കാൻ അതിനകത്ത് ഒരു പൈസ ഇട്ട് തരും ഇല്ലല്ലോ. നമ്മൾ കുറച്ച് വയസ്സായിട്ട് ഇതൊക്കെ ചെയ്യണം എന്നും പറഞ്ഞ് ഞാൻ ഇതൊക്കെ പഠിച്ച ആളെന്നല്ല ഞാൻ പറയുന്നത്. ഇതിലെല്ലാം കൂടെ പോയി ഞാൻ പറഞ്ഞില്ലേ, ഈ കാശ് നേരത്തെ പൊട്ടിച്ച് പട്ടിണിയെല്ലാം കിടന്ന് ആണ് ഞാൻ പഠിച്ചത് ഇത് എന്ന് പറഞ്ഞ് ഇപ്പോഴും ഇല്ലെന്നല്ല. ഇപ്പോഴും നമുക്ക് ടെംപ്റ്റേഷൻ വരും. കൈ 10 ചിക്കിളി വന്നു കഴിഞ്ഞാൽ 10 10 സ്പെൻഡ് ചെയ്യാൻ നമുക്ക് തോന്നും. പക്ഷെ സ്പെൻഡ് ചെയ്യരുത്. പിടിച്ചു വെക്കാനുള്ളൊരു വിൽ പവർ അത് കിട്ടണം എന്നാണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഈ അഡൽട്ട് ലൈഫ്, ഇപ്പോൾ ഈ ഹൈദരാബാദ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്തിനൊക്കെയറിയാം, നമ്മളൊക്കെ കൊച്ചിലെ ഫുള്ള് എന്താ പറയുന്നത്, നമ്മളൊക്കെ കൊച്ചായിരുന്ന സമയത്ത് വലുതാവണം, നമ്മൾ ഈ വലിയ ആൾക്കാരെ നോക്കിയിട്ട് എനിക്ക് ഇവരെ പോലെ ഞാൻ വളരെ മാമനെ പോലെ വലുതാകും, ആ ഒരു പാട്ട് പോലെ എനിക്ക് വലുതാവണം, ഈ പപ്പയെ പോലെ വലുതാവണം, വണ്ടി ഓട്ടിക്കണം, 18 വയസ്സ്. പണ്ടൊക്കെ 18 വയസ്സുള്ള ചേട്ടന്മാരെയൊക്കെ കാണുമ്പോഴത്തേക്കും അയ്യോ എനിക്കും ചേട്ടനെ പോലെ വലുതാവണം
എന്നൊക്കെ പറഞ്ഞ് പറയാൻ. അവസാനം വണ്ടി ഓട്ടിക്കണം എന്നൊക്കെ പറഞ്ഞ് ആഗ്രഹിച്ച് വണ്ടിയൊക്കെ എടുത്ത് അതെ, അവസാനം വീട്ടിലെ ഡ്രൈവറായി. സത്യം. പിന്നെ ഗൈസ്, ഞാൻ ഇതെൻ്റെ വീട്ടുകാർ കേൾക്കുമെന്നറിയാം, എന്നാലും ഞാൻ പറയും, വലിയ അടുത്ത് ഈ കാറിൻ്റെ ലൈസൻസ് എടുത്തിട്ട് ഇപ്പം ഞാൻ വീട്ടിലെ ഡ്രൈവറായിട്ടിരിക്കുകയാണ്. അല്ല, അത് ഒരു രീതിയിൽ നല്ല കാര്യമാണ്. പക്ഷെ എന്നാലും ഈ അഡൽട്ട്ഹുഡ് നമ്മൾ ഈ കൊച്ചിലെ കാണുന്ന ഫാൻറ്റസി പോലെ അല്ല. ഈ അഡൽട്ട്ഹുഡിലോട്ട് കയറുമ്പോഴത്തേക്കും ഞാനും പണ്ട് ആലോചിച്ചിട്ടുണ്ട്, ഈ എന്തിനാണ് ഈ 18 വയസ്സ് കഴിഞ്ഞ് ഇത്രയും ഈ ലീഗാലിറ്റി വരുന്നത്. കാരണം അത്രയും ഭാരം വരുവാടേ. സത്യം. ഈ പ്രത്യേകിച്ച് 18 അല്ല, എൻ്റെ അഭിപ്രായത്തിൽ 21, 22, 21 ഒക്കെയാണ് കുറച്ചുകൂടെ ഒന്ന് മെച്യൂർ സ്റ്റേജിലോട്ട് പോകുന്നത്. 18 എന്ന് പറഞ്ഞാൽ നീ ജസ്റ്റ് എൻ്റെ ഒരു കണക്കൂട്ടലനുസരിച്ച് 18 to 21 എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് അപ്രൂവ്ഡ് ഏജ്. പക്ഷെ 21 ആണ് ആക്ച്വൽ അഡൾട്ട് ഏജ്. 21 കഴിഞ്ഞാൽ നീ പ്രോപ്പറായിട്ട് നിൻ്റെ ജീവിതത്തിൽ ജോബ് എന്നുവെച്ചാൽ ഒരു നോർമൽ രീതിയിൽ പോയി കഴിഞ്ഞാൽ നിൻ്റെ ഒരു ഡിഗ്രി കഴിയും. പിന്നെ ജോലിയുടെ ടെൻഷൻ, പിന്നെ ഫ്യൂച്ചർ, പിന്നെ ഒരു 4-5 വർഷത്തിനകത്ത് കല്യാണം കഴിക്കണം, അപ്പോൾ വീട്ടിൽ നിന്നുള്ള കല്യാണത്തിൻ്റെ ടെൻഷൻ എല്ലാം വരും. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോഴേ പിന്നെ വീടിൻ്റെ ഇത് ഓരോ ഫോർമാലിറ്റീസ്, പിന്നെ നീ വളരുമ്പോഴത്തേക്കും ഈ വീട്ടുകാർ എന്ന് വെച്ചാൽ ഫാമിലി മാത്രമല്ല, ഈ ഫാമിലിയിലെ പേഴ്സണൽ കാര്യത്തിലൊക്കെ നിന്നെ ഉൾപ്പെടുത്താൻ തുടങ്ങും. അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ കുറേ റിലേറ്റീവ്സിൻ്റെ കാര്യമൊക്കെ മനസ്സിലാവുന്നത്. ഇങ്ങനെ എല്ലാ കഥകളിലൊക്കെ നമ്മളെ ഉൾപ്പെടുത്തും. പണ്ട് അത് ചില സമയത്ത് ഞാനിങ്ങനെ ഓക്കോർഡായിട്ട് തോന്നിക്കും, നിങ്ങൾക്ക് ചമ്മലൊന്നും തോന്നിയില്ല ഇതൊക്കെ എന്നോട് പറയാൻ. പിന്നെ നോക്കുമ്പോൾ നമ്മൾ വലുതായി, അപ്പൊ അവര് നമ്മളൊരു അഡൽട്ടായിട്ട് കണക്ക് കൂട്ടിയിട്ടാണ് സംസാരിക്കുന്നത്. പണ്ടൊക്കെ ചർച്ചയിൽ പോകുമ്പോഴത്തേക്കും പണ്ട് പിള്ളേരല്ല ഇപ്പുറത്ത്, ഇപ്പം നമ്മൾ പിള്ളേരല്ല, നമ്മളിപ്പുറത്തും പിള്ളേരെല്ലാരും ഇപ്പുറത്ത്. ഇപ്പൊ പിള്ളേരെ അപ്പുറത്തോട്ടാക്കാൻ പറയുമ്പോ അയ്യോ അതെ. അത് മാത്രമല്ല, പ്രത്യേകിച്ച് ഈ വലിയവരുടെ കൂടെ പ്രെയർ മീറ്റിങ്ങിന് പോകുമ്പോഴേ പണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കും, നമുക്കൊന്നും പ്രാർത്ഥിക്കണ്ട, വലിയവരെല്ലാരും പ്രാർത്ഥിച്ചോളൂ. ഇതിപ്പോ ഞാനൊരു അഡൽട്ടാണ്, ഇപ്പൊ ഞാൻ പാസ്റ്റർ എൻ്റെ അടുത്ത് പറയുക പ്രാർത്ഥിക്കാൻ എന്നുള്ളൊരു ടെൻഷൻ വരത്തില്ലേ? സത്യം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളൊരു അഡൽട്ട് സ്റ്റേജിലോട്ട് വരുമ്പോഴത്തേക്കും അതിൻ്റേതായിട്ടുള്ള പ്രോസും ഉണ്ട് കോൺസും ഉണ്ട്. അപ്പം അതിൻ്റെ ലൈഫ് എക്സ്പീരിയൻസസ് വെച്ച് പഠിക്കുക. അപ്പം അതിനൊരു എന്താ പറയുക, ഒരു മോട്ടിവേഷണൽ സ്റ്റേജായിട്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളൊന്ന് പുറത്ത് പോയാൽ കുറച്ചുകൂടെ ജീവിതം പഠിക്കും. ഇവിടെ വെച്ച് ജീവിതം പഠിക്കില്ല എന്നല്ല, പക്ഷെ എന്നാലും ഒരു എന്താ പറയണ, ഇത് നൂബ് ലെവൽ, അത് ബോസ് ലെവൽ. India is not for beginners. യെസ് ഗൈസ്. അപ്പം നമ്മൾ പറഞ്ഞു തുടങ്ങിയത് കേരളവും ഹൈദരാബാദും തമ്മിലുള്ളൊരു കേരള ഹൈദരാബാദാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം പറയണമല്ലോ, ഇതെല്ലാം ഇൻക്ലൂഡ്. കേരള ഹൈദരാബാദ് മെയിൻലി ഇതൊക്കെ തന്നെയാണ് എനിക്ക് വ്യത്യാസം തോന്നിയത്. പിന്നെ രണ്ടാമത് ഇപ്പം അല്ലാതെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈക്ക് വീട് ഇതെല്ലാം വ്യത്യാസമുണ്ട്. ഇപ്പം അവിടെ എനിക്ക് തോന്നി നമ്മുടെ കേരളത്തിലെ ഒരു ബ്യൂട്ടി എന്താന്ന് പറഞ്ഞാൽ, ഇവിടെ എല്ലാവരും ചെറിയ സ്ഥലം എന്ന മോഡേൺ വീടാണ്, മനസ്സിലായില്ലേ? 3 സെൻറ്റേ കാണും, പക്ഷെ അതിനകത്ത് നല്ല വിഷയം കാർ പാർക്കിംഗ് ഒക്കെ വെച്ച് വീടിനകത്ത് നല്ല മോഡേൺ സ്റ്റൈലായിരിക്കും. അവിടെ അങ്ങനെയല്ല, വലിയൊരു സ്ഥലം കാണും, ഒരു ബ്ലോക്ക്, 2 മുറി, 1 ബാത്റൂം അങ്ങനെ കിട്ടും. അവർക്കെല്ലാം അങ്ങനെ മോഡേണിറ്റി അങ്ങനത്തെ ഉണ്ട് കേട്ടോ, പക്ഷെ റേറാ. അങ്ങനെ അവരങ്ങനെ വലിയ പ്രയോറിറ്റി കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, മനസ്സിലായില്ലേ? അത് കേരളത്തിൽ ആ ഒരു കാര്യത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യണം. ഈ ആർക്കിടെക്ട്സ് പ്രത്യേകിച്ച്, അത് മറ്റേ കേസ് ഞാൻ ഉദ്ദേശിച്ചത്, നിന്നെ പോലുള്ളവർ വരുമ്പോഴത്തേക്കും ലൈക്ക് അല്ല, ആ ഒരു രീതിയിൽ നമ്മുടെ കേരളം കുറച്ച് അഡ്വാൻസ്ഡ് ആണ് ആ ഒരു കാര്യത്തിൽ. ഹൈദരാബാദിൽ ഞാൻ ചില സമയത്ത് എനിക്ക് ഒരിക്കൽ ഒരു വീട് ഞാൻ പറഞ്ഞില്ലേ, വീട് മാറിക്കൊണ്ടിരിക്കും. ഞാൻ ആക്ച്വലി അവിടെ 4 വീട് മാറിയിട്ടുണ്ട്. 3ാമത്തെ വീട് മാറി, 4ാമത്തെ അപ്പാർട്ട്മെന്റിലോട്ട് മാറി. ഞാൻ ഒരു പെന്റ് ഹൗസ് താമസിച്ചു. അതിനു മുമ്പേ അതിൻ്റെ താഴത്തെ 4ാമത്തെ ഫ്ലോർ അവിടെ എല്ലാം ഈ മിനി അപ്പാർട്ട്മെന്റ്സ് ആണ്. അതായത് ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇൻഡിപെൻഡന്റ് ഹൗസ് അല്ലെങ്കിൽ 12 നിലയുള്ള ഫ്ലാറ്റ്. അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ഹൗസ് കുറവാണ്, കൂടുതൽ 2-3 നിലയാണ്. ഓരോ നിലയിൽ 2 വീട് 3 വീട് അങ്ങനെ റൂംസ് ആണ്, 2 BHK 1. അപ്പം അവിടെ ഇത് ഞാൻ പറഞ്ഞത് ഒരു 4 ഫ്ലോറുള്ള ഒരു സ്ഥലമായിരുന്നു. ഞാൻ എൻ്റെ ഏറ്റവും മുകളിൽ താമസിച്ചത്. അത് ഞാൻ അവരുടെ താഴെ ഒരു മുറി ഫ്രീ ആണ് എന്ന് പറഞ്ഞാൽ അത് നോക്കാമെന്ന് പറഞ്ഞു. എന്നപ്പോൾ കാണാം കൺസ്ട്രക്ഷൻ. ഞാൻ പറഞ്ഞുതരാം, നീ ചിരിച്ചു ചാവും. ഒരു വലിയ ഹോള്, 2 BHK ആണേ സംഭവം. 2 BHK കോമൺ സെൻസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 2 BHKയിൽ ഒന്നുകിൽ നമുക്ക് 1 ബാത്റൂം വെക്കാം, അല്ലെങ്കിൽ 2 ബാത്റൂം വെക്കാം. 1 ബാത്റൂമാണ് വെക്കുന്നെങ്കിൽ നമ്മൾ ആ ബാത്റൂം ഇവിടെ വെക്കും, കോമൺ ആയിട്ട് പുറത്ത് വെക്കും, ഇല്ലേ? അതാകുമ്പോൾ 2 ബെഡ്റൂമിൽ നിന്ന് ആക്സസ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറ്റാച്ച്ഡ് വെക്കണമെന്നുണ്ടെങ്കിൽ 2 ബാത്റൂം വെക്കണ്ടേ 2 BHKയിൽ? ഇത് ഒരു വലിയ ബെഡ്റൂം, ഒരു ചെറിയ ബെഡ്റൂം. വലിയ ബെഡ്റൂമിനകത്താണ് ബാത്റൂം. അപ്പൊ കോമഡി എന്തെന്ന് പറഞ്ഞാൽ, വലിയ ബെഡ്റൂമിലുള്ള ആൾക്കാർക്ക് രാത്രി കിടന്ന് ഉറങ്ങുമ്പം
അടച്ചിട്ടിട്ട് കിടന്നുറങ്ങാൻ പറ്റൂല. ഫാമിലിക്കാണെങ്കിൽ പിന്നെയും കുഴപ്പം. പക്ഷെ എന്നാലും പ്രൈവസി എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലടാ. അപ്പുറത്തെ ആൾക്ക് വാഷ്റൂം പോകണമെങ്കിൽ ഇറങ്ങി ഇപ്പുറത്തെ ആളുടെ പുറകെ പോകണം. മനസ്സിലായില്ലേ? ഒരു കൺസ്ട്രക്ഷണൽ ഒരു ബേസിക് അതൊന്നും അവർ നോക്കും. പിന്നെ ആനപ്പണ്ടാര ഒരു ഹോളുണ്ട്, കിച്ചൺ ഇത്രയേ ഉള്ളൂ, നിന്ന് ഇരിയ സ്ഥലമില്ല. ഇത് എനിക്ക് തോന്നുന്ന ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പ്. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ കേരളത്തിലാണെങ്കിലും തട്ടിക്കൂട്ട് തന്നെ മെനക്ക് ചെയ്യാമല്ലോ. ഞാൻ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ വലിപ്പത്തിലല്ല കാര്യം, എങ്ങനെ, അതായത് സ്പേസ് യൂട്ടിലൈസേഷൻ ഹൈദരാബാദുകാരുടെ വളരെ മോശമാണ്. അതെനിക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായില്ലേ? സ്പേസ് ഉണ്ട്, പക്ഷെ കേരളത്തിന് അത് അഭിമാനിച്ചേ പറ്റത്തുള്ളൂ. 3 സെന്റ് ആണെങ്കിലും അതിനകത്ത് ഒരു കാറും കയറ്റാം, എന്നാൽ അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂംസും എല്ലാം കാണും അറ്റാച്ച്ഡ്. ഇപ്പൊ എൻ്റെ തന്നെ ഒരു ആൻറ്റി 3.5 സെന്റും കണ്ട വഴുതക്കാട് വീട് വെച്ചേക്കുന്നത്. അടിപൊളി വീടാണ്, 3 BHK ആണ്, 3 ബാത്റൂം എല്ലാം ഉണ്ട്. പക്ഷെ കണ്ടാ പറയൂല. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ബാത്റൂം വെച്ചാൽ മതി, പുറത്ത് വെക്ക്. കോമൺ സെൻസ് അതല്ലേ, 2 പേർക്കും ആക്സസ് ചെയ്യണ്ടേ? നമ്മളതിങ്ങനെ കണ്ടിട്ട് നമ്മൾ അവസാനം റെന്റ് എത്ര, 10,000. വേണ്ട, എനിക്ക് ഇയാളുടെ മുറി പോയി തൂരേണ്ട അവസ്ഥ വരണ്ട എന്ന് പറഞ്ഞിട്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഫാമിലി ആണെങ്കിൽ പിന്നെ സീനില്ല. നമ്മൾ ബാച്ചിലേഴ്സിനല്ലേ ഇടാൻ നോക്കി. അപ്പോൾ ബാച്ചിലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കി, ഇപ്പുറത്തെ ബാത്റൂം പോയെന്ന് അവർക്ക് പ്രൈവസി ഇല്ലേ? അപ്പോൾ ആ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമ്മൾ എടുത്തില്ല. അപ്പോൾ അതാ ഞാൻ പറഞ്ഞു, അത് ഞാൻ അവിടെ കണ്ടൊരു ഡിഫക്റ്റാണ്. അവിടെ ഇങ്ങനെ എല്ലാവരും കാര്യം നടന്നാൽ മതി, ഒരു മെനയൊന്നും ഇല്ല. OCD അവിടെ എല്ലാവർക്കും കുറവാണ്. നമുക്കൊക്കെ OCD കൂടുതലായതുകൊണ്ട് എനിക്കെല്ലാം പെർഫെക്റ്റ് ആയിട്ട് വേണം. അവർക്ക് അങ്ങനത്തെ ഒന്നുമില്ല. അതൊരു പ്രശ്നമാണ്. എനിക്കും അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. സംഭവം അവിടുത്തെ ഇപ്പോൾ ആർക്കിടെക്ചർ ഷോകാണെന്ന് മനസ്സിലായി. പക്ഷെ ഫുഡ് എങ്ങനെയാ? ഫുഡ് കുഴപ്പമില്ലടാ, നീ ഒന്ന് അഡ്ജസ്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ സുഖമാണ്. കാര്യം എൻ്റെ ഒരു ഫ്രണ്ട് ഹൈദരാബാദിൽ പോയിട്ട് അവന് വയറിളക്കം. അത് ഡിപ്പെൻഡ് ചെയ്യും. അതിപ്പോൾ എനിക്ക് വയറിളക്കം വന്നിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അത് അവരുടെ ഏരി ചില സമയത്ത് ഒരു ലിമിറ്റ് കഴിഞ്ഞ് നമ്മൾ കഴിച്ചാലേ സീനാവും. അങ്ങനെ കഴിച്ചാലേ ഉള്ളൂ സീൻ. അത് അവരുടെ ഹൈദരാബാദി ബിരിയാണി ഒരിക്കൽ കഴിച്ച് എനിക്ക് സീനായതാണ്. പക്ഷെ അത് യൂസ് ടു ആയി കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലേ സീൻ. പിന്നെ അവിടുത്തെ ആൾക്കാർ, ഈ ഹൈദരാബാദ് എന്ന് പറയുമ്പം എന്താ പറയുക, ഇപ്പം ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, അവിടുത്തെ ഭാഷ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, നേരത്തെ പറഞ്ഞല്ലോ. അപ്പം ഈ അതുപോലെ തന്നെ കൾച്ചറൽ ആണെങ്കിലും ഞാൻ പറയാം, ഹൈദരാബാദ് ഇപ്പോൾ ഒരു മെയിൻ സിറ്റി ആണല്ലോ. ഈ ഇപ്പം നമ്മുടെ ഇന്ത്യയിലെ മെയിൻ സിറ്റീസ് എടുത്ത് നോക്കിയാൽ ഡൽഹി, ഹൈദരാബാദ്, ലക്നൗ അങ്ങനെയൊക്കെ വരും. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ആപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ചൂസ് യുവർ സിറ്റിയിൽ ആദ്യം വന്ന് 4 തുറന്ന ഹൈദരാബാദ് കാണും. അപ്പം നമ്മുടെ ട്രിവാൻഡ്രം, കേരള ഒന്നും മെയിൻ സിറ്റി അല്ല, ഡെവലപ്ഡ് ആണ് പക്ഷെ മെയിൻ സിറ്റി അല്ല. അപ്പം ഹൈദരാബാദ് ഫുള്ള് മെയിൻ സിറ്റീസ് ആയതുകൊണ്ട് ഫുൾ ഡെവലപ്പ്. ഞാൻ റോഡിൻ്റെ ഒരു കാര്യം ഞാൻ പറയാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ഈ വൈഡ് മാത്രമല്ല ഫ്ലൈ ഓവേഴ്സ് ആണ് അവിടെ കൂടുതലും. അതായത് നമ്മളിപ്പം പോയിന്റ് A to B പോകണമെന്ന് വെച്ചോ, A to B പോകുന്ന സെയിം റൂട്ടിൽ കൂടെ നമുക്ക് തിരിച്ചു വരാൻ പറ്റൂല. അങ്ങോട്ട് പോണ വഴി വേറെ, ഇങ്ങോട്ട് പോണ വഴി വേറെ. കാരണം അങ്ങോട്ടൊരു ഫ്ലൈ ഓവർ കയറിയായിരിക്കും പോണ. അപ്പം ആ ഫ്ലൈ ഓവർ കയറി നമുക്ക് തിരിച്ചു വരാൻ പറ്റൂല, അത് 1 വേ അല്ലേ. അപ്പം അവിടെ ഫുള്ളി കുറെ 1 വേസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം ഇങ്ങനെ റോഡാണ് സർവീസ് റോഡ്, ഫ്ലൈ ഓവർ. നമ്മുടെ ഇവിടേക്ക് ഈ NH നാഷണൽ ഹൈവേയിൽ മാത്രമേ സർവീസ് റോഡ്, കഴക്കൂട്ടത്തും അത്ര ഞാനിവിടെ സർവീസ് റോഡ്, പിന്നെ പാളയം. പക്ഷെ അതാണെങ്കിൽ പോലും ഒരു കുഞ്ഞൊരു ബ്രിഡ്ജ് അല്ലേ, കയറി ഉടനെ ഇറങ്ങും. അവിടെ അങ്ങനെയല്ലടാ. എനിക്കൊരിക്കൽ പറ്റിയെന്ന് പറഞ്ഞാൽ, ഞാൻ അവിടെ മെയിൻ സിറ്റിയിൽ പിന്നാക്കിളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയം, ഫസ്റ്റ് 1ാമത്തെ 2ാമത്തെ ദിവസം, അപ്പം ഞാൻ വഴി പഠിച്ചു വരണേ ഉള്ളൂ. അപ്പോൾ ഒരിക്കൽ ഗൂഗിൾ മാപ്പ് ഇട്ടാൽ ഞാൻ പോയിക്കൊണ്ടിരുന്നത്, ഇങ്ങനെ ഇട്ട് ചെവി കേട്ട് മാത്രം പോകും, നോക്കാൻ സ്റ്റാൻഡ് ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഫോൺ പോക്കറ്റ് ഇട്ട് ഒരു ഇയർഫോൺ ചെവി വെച്ചിട്ട് കേട്ട് ടേൺ റൈറ്റ് ടേൺ ലെഫ്റ്റ് കേട്ട് പോവും. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചു പോയിട്ട്, ഇത് ഞാൻ വർക്ക് ചെയ്തിരുന്ന ഖാജാഗൂഡയിലാണ്. ഖാജാഗൂഡ കഴിഞ്ഞ് ഇപ്പുറത്ത് മാധാപൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, മേദിപ്പട്ടണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചി ട്രാഫിക്, കൊച്ചിയല്ല അതിൻ്റെ 3 ഇരട്ടി നോട്ടി, ഭയങ്കര ഹെവി പീക്ക് ട്രാഫിക് റോഡാണ്. എനിക്ക് ആക്ച്വലി കയറേണ്ടിയിരുന്നത് ഈ മേദിപ്പട്ടണം ഫ്ലൈ ഓവറിൻ്റെ താഴെ കൂടെ ഉള്ള റോഡാണ്. ഞാൻ കയറിക്കൊടുത്ത് ഈ ഫ്ലൈ ഓവറിലും കയറിക്കൊടുത്ത് 1 മണിക്കൂറിൽ വീട്ടിൽ എത്തേണ്ട ഞാൻ അന്ന് എത്തിയ 2.5 മണിക്കൂറിലാണ്. എടാ അത് ആക്ച്വലി ഇങ്ങനെ പോയി, ഇങ്ങനെയായിരുന്നു എനിക്ക് പോകേണ്ടത്. പകരം ഞാൻ കയറിക്കൊടുത്ത് ഒരു 4 കിലോമീറ്റർ ഈ ഹെവി ട്രാഫിക് കൂടെ പോയിട്ട് ഇങ്ങനെ കറങ്ങിയാണ് ഞാൻ ഇങ്ങോട്ട് പോയത്. അടിപൊളി. അപ്പോൾ അതൊക്കെ കുറച്ച് സൂക്ഷിക്കണം. വഴി തെറ്റിയ നമ്മുടെ ഇവിടെ കേരളത്തിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ, നീ ഇപ്പൊ പോണ് ഒരു വഴി തെറ്റിയാൽ അടുത്ത യൂട്ടേൺ ഉണ്ട്, തിരിഞ്ഞിങ്ങ് വരാം. അവിടെ അങ്ങനെ അല്ലെങ്കിൽ റോങ് വേയിലും കയറുക. അല്ലെങ്കിൽ അവിടെ പിന്നെ റോങ് വേ അവിടെ അതുണ്ട്, അത് വിട്. പറഞ്ഞ് ഇവിടെ കുറച്ചുകൂടെ എനിക്കൊന്ന് വഴി കുറച്ചുകൂടെ ആക്സസിബിൾ കേരളത്തിൽ. അവിടെ വഴി പഠിക്കാൻ നീ കുറെ കഷ്ടപ്പെടും, കാരണം ഭയങ്കര വലിയ സിറ്റി ആയോണ്ടേ. ഞാൻ തന്നെ ഈ 10 മാസം വൺ വേ ഉണ്ടെന്ന് പറഞ്ഞില്ല, അപ്പൊ ഫുൾ കൺഫ്യൂഷൻ ആവില്ലേ? ഉണ്ട്. ഞാനത്
എന്താ പറയുന്നത്, ഒരു 3-4 വഴി കൂടെ പോയിട്ട് അവസാനം ഒരു വഴി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വഴി ഞാൻ ഫിക്സ് ചെയ്ത് അത് പഠിച്ചാണ് ഞാൻ പിന്നെ ഡെയിലി പോയിക്കൊണ്ടിരുന്നത്. മനസ്സിലായില്ലേ? പോകണമെന്നുണ്ടെങ്കിൽ വരണമെന്നുണ്ടെങ്കിൽ 1000 വഴിയുണ്ട്. അതിൽ നിനക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വഴി ഞാൻ പോയി തിരിച്ചു വന്ന് പഠിച്ച് ആ വഴിയാണ് പോയി വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഇനിയിപ്പം ഞാനിപ്പോൾ 1-ാം തീയതി തിരിച്ചു പോവാണ്. എനിക്ക് ആ വഴിയൊക്കെ ഓർമ്മയുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇപ്പം 3 മാസമായി. കാരണം ഇപ്പം ഇവിടെ വന്നിട്ട് ഞാൻ ഇവിടുത്തെ വഴിയെല്ലാം ഒന്ന് പഠിച്ചു വന്നോണ്ട് ഇനിയിപ്പോൾ തിരിച്ച് അവിടെ ചെല്ലുമ്പോൾ കൺഫ്യൂഷൻ ആയിരിക്കും. അത് മാത്രമല്ല മറ്റേ ഞാൻ ചോദിച്ചത് മറ്റേ ആൾക്കാരെ കൾച്ചറൽ ഡിഫറൻസസ് അതുണ്ട്. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവിടെ ഈ മറ്റേ മെയിൻ സിറ്റി ആയതുകൊണ്ട് മിക്ക കൾച്ചറിലുള്ള ആൾക്കാരുണ്ട്. ഈ നോർത്തിലോട്ടുള്ള ആൾക്കാരുണ്ട്, നമ്മുടെ മലയാളികളുണ്ട്, തമിഴ് പീപ്പിൾ ഉണ്ട്. അങ്ങനത്തെ കൾച്ചറൽ എല്ലാവരുമായിട്ട് നമുക്ക് ഒരു മിങ്കിൾ ചെയ്യാം. ഓൾഡ് സിറ്റി ഫുള്ള് മുസ്ലിംസ് ആണ്. ഇപ്പോൾ അവരുടെ ഒരു മുസ്ലിം കൾച്ചറാണ്. അപ്പോൾ അവർ ഫുള്ള് ഓൾഡ് സിറ്റി ആയതുകൊണ്ട് മുസ്ലിംസ് ഫുള്ള് ഹിന്ദി, അവർക്ക് തെലുങ്ക് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞ ഹൈദരാബാദ് ഹിന്ദി, തെലുങ്കാന നമ്മുടെ എൻ്റെ സെക്കന്ദരാബാദ് സൈഡ് ഫുള്ള് തെലുഗു ഹിന്ദിയാണ്, കുറച്ച് സ്ഥലം ഫുള്ള് തെലുഗു മാത്രം. അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഞാനങ്ങനെ ഇവിടുത്തെ കുഗ്രാമങ്ങളിലൊന്നും പോയിട്ടില്ല. ഞാൻ താമസിച്ച സിറ്റിയാണ് ഒരു മിഡ് സിറ്റി പോലെ. അതായത് ഇപ്പം ഞാൻ പറഞ്ഞ ഹൈദരാബാദ് കൊച്ചി ആണെങ്കിൽ സെക്കന്ദരാബാദ് ട്രിവാൻഡ്രമാണ്, കത്തിയ. രണ്ട് സിറ്റിയാണ്. പക്ഷെ ഏറ്റവും ഡെവലപ്ഡ് ഹൈദരാബാദ്, വലിയ ബിൽഡിങ്ങും ഇത്. സെക്കന്ദരാബാദ് സിറ്റിയൊക്കെ തന്നെ, പക്ഷെ അത്ര വലുതായിട്ടില്ല. പക്ഷെ ഇപ്പൊ ഡെവലപ്പായി വരും, നമ്മുടെ ട്രിവാൻഡ്രം ഡെവലപ്പ് ആയതുപോലെ. മനസ്സിലായില്ലേ? 2 സിറ്റി തന്നെ, ഒരു 10 കിലോമീറ്റർ വ്യത്യാസം. അങ്ങനെ 10-15 പോയി കഴിഞ്ഞാൽ ഹൈദരാബാദിലോട്ട് കയറും. വെൽക്കം ടു ഹൈദരാബാദ് എന്നൊക്കെ എഴുതി കാണിക്കുകയാണ്. അപ്പോൾ ഞാൻ അതാ പറഞ്ഞത്, നീ ഈ പോഡ്കാസ്റ്റ് കേട്ടിട്ട് നിങ്ങൾ പ്രേമലു സിനിമ പോയി കാണണം. കാരണം അതിനകത്ത് ഫുള്ള് കാണിക്കുന്ന ഹൈദരാബാദ്. അതിനകത്ത് ഇടയ്ക്ക് ഇവർ ടൂറൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഹൈദരാബാദിലെ കുറേ സ്ഥലങ്ങളൊക്കെ കാണിക്കും. പ്രേമലു ഞാൻ ഇന്നലെ പോയി, എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രേമലു ഇസ് ബേസിക്കലി ഇപ്പം നമ്മൾ ഈ സംസാരിക്കുന്നത് ഫുൾ ബാച്ചിലേഴ്സ് ലൈഫിനെ പറ്റിയാണ്. ബാച്ചിലേഴ്സിന് കാണാൻ പറ്റിയ പടമാണ് പ്രേമലു. അതിനകത്തെ ലവും ഈ ഇതും എല്ലാം അതിനകത്തുണ്ട്, കാണിക്കും. ഞാൻ പറഞ്ഞില്ല, ഈ ജോലി തേടി പോകുന്നു, എല്ലാം ഒരു മിക്സ്ഡ് ആണ്. ഒരു ബാച്ചിലേഴ്സ് ലൈഫ് മിക്സ്ഡ് ആണ് പ്രേമലു. എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. പ്രേമലു കൊള്ളാം, അടിപൊളിയാണ്. ഈ പ്രേമലു എന്ന് തന്നെ ഈ പേര് കേട്ടപ്പോഴേ എനിക്ക് ഈ ലൂ ചേർത്ത് പറയുന്ന സാധാരണ തെലുഗുല. അപ്പം ഞാൻ ആദ്യം വിചാരിച്ച് മലയാള പടത്തിൽ പ്രേമലു എന്നൊക്കെ പേരിട്ട് ഇനിയിപ്പോൾ കോയിൻസിഡൻസ്. പടം കണ്ടപ്പോഴല്ലേ മനസ്സിലായി ഹൈദരാബാദ് ബേസ്ഡ് ആൻഡ് തെലുഗു പേരാണ് പ്രേമലു. പ്രേമം അതിൻ്റെ അർത്ഥം. അങ്ങനെ കൊള്ളായിരുന്നു, നല്ല പടമാണ്, നല്ല ഫീൽ ഗുഡ് പടമാണ് ഗൈസ്. ഇത് കേൾക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഐ അപ്രൂവ്. പ്രേമലു പോയി കാണുക, നല്ല പടമാണ്. ഞാൻ ഇന്നലെ രാത്രിയാണ് പോയി കണ്ടത്, കൊള്ളായിരുന്നു. സോ നമ്മൾ ഏകദേശം 2 മണിക്കൂറായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഗൈസ്. ഒരു 2 മണിക്കൂർ. ഡാർക്ക്. അപ്പോൾ ഗൈസ്, ഓൺ ദാറ്റ് നോട്ട്, ഈ എപ്പിസോഡ് നിങ്ങളെ ബോർ അടിപ്പിച്ചില്ല എന്ന് വിശ്വസിക്കുന്നു. സീൻ എപ്പിസോഡിൽ മറ്റൊരു സീനുമായിട്ട് നമ്മൾ 2 പേരും കാണുമല്ലേ? കാണും. കുറച്ചാൾ ഇവനും കാണും. സീനില്ല, പോയിട്ട് പിന്നെയും വരുമല്ലോ. പോയിട്ട് വരും. ഞാൻ ഹൈദരാബാദ് തിരിച്ചു പോവാണ്. തിരിച്ചു പോയിട്ട് ഒരു ചെറിയ പരിപാടിയുണ്ട്, അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നതായിരിക്കും. എന്നാൽ നമുക്ക് വീണ്ടും കൂടാം. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആ സമയത്ത് പറയാൻ കാണും. ആ സമയത്ത് ഞാൻ ഹൈദരാബാദിൽ പുതിയതായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാനപ്പോൾ പറയുന്നതായിരിക്കും. ഇത് കഴിഞ്ഞ് ഞാനൊരു 1 month ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. അവിടെയും കുറേ എക്സ്പീരിയൻസസ് ഉണ്ട്. അതിനി ഞാൻ അടുത്ത പോഡ്കാസ്റ്റിലാക്കാം. അത് വേണമെങ്കിൽ ഇനി ബാംഗ്ലൂർ ആക്സിഡൻസ് ആക്കാം. അങ്ങനെ ഒരു പോഡ്കാസ്റ്റും കൂടെ വേണേ ഇറക്കാം. സെറ്റാണ് ഗൈസ്. അപ്പം അത്തരം സീനുകളായിട്ട് അടുത്തൊരു സീൻ എപ്പിസോഡായിട്ട് ഉടനെ വരുന്നതായിരിക്കും. ഞാൻ എബി, ഞാൻ കുഞ്ഞപ്പൻ, സൈനിങ് ഔട്ട്. ഓക്കെ, ബൈ.